ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദിർ നയിക്കുന്ന ലളിത സഹസ്രനാമ പഠന ക്ലാസ്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ശ്രീനിവാസൻ പന്തലിങ്ങിലാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്തു. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മളുടെ കൃഷ്ണമന്ദിർ സത്സംഗ സമിതിയെ കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കൃഷ്ണമന്ദിർ സത്സംഗ സമിതി എന്നുള്ളത് അറിവ് സ്വയം ആർജിച്ച് അത് ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അറിവുകൾ പ്രചരിപ്പിക്കുന്നതിന് സമാന മനസ്കരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഇത് പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളായിട്ടോ സാമുദായിക സംഘടനകളായിട്ടോ മറ്റേതെങ്കിലും വ്യക്തികളായിട്ടോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളോ ആരാധനാലയങ്ങളോ മറ്റെന്തെങ്കിലുമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും പരിധിയിൽ നിന്നുകൊണ്ടല്ല പ്രവർത്തിക്കുന്നത്. സ്വതന്ത്ര ചിന്തയോടുകൂടി സമാന മനസ്കരായിട്ടുള്ള ആളുകളുടെ സതുദ്ദേശപരമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് കൃഷ്ണമന്ദിർ എന്ന സത്സംഗ സമിതി. ഉള്ള തരത്തിൽ നമ്മളുടെ മാഷ് ലളിതാ സഹസ്രനാമത്തെ സ്വയം അതിനെപ്പറ്റി വളരെയധികം ഗഹനമായിട്ട് പഠിച്ച് തന്നിലുള്ള അറിവ് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കുന്നു. നമസ്തേ മാഷേ. നമസ്കാരം തിരുമേനി. എല്ലാവർക്കും നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു ഗമനത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതീ നീ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമസ്തുതേ. ഓം ശ്രീമാത്രേ നമ. ഓം മഹാദേവ്യേ നമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മള് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഇടവേള ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അത് ഇടവേള ആക്കണ്ട എന്ന് കരുതിയിട്ടാണ് എല്ലാ പരിധികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടും ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചത് കഴിഞ്ഞ പ്രാവശ്യം 163 ശ്ലോകത്തിലെ ത്രിസ്ത എന്നുള്ള നാമമായിരുന്നു. അപ്പൊ ആ 163 ശ്ലോകം ഒന്ന് ചൊല്ലാം, അതിനുശേഷം നമുക്ക് മുന്നോട്ട് പോകാം. ത്രൈത്രിവർഗ നിലയ ത്രിസ്താ ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാ രാമ സുധാശ്രുതി. ത്രൈത്രിവർഗ നിലയ ത്രിസ്താ ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാ രാമ സുധാശ്രുതി. ഇവിടെ 872 മുതൽ 879 വരെയുള്ള നാമങ്ങളാണ്. അതിനകത്ത് നമ്മൾ ത്രയി എന്നുള്ള നാമം കണ്ടു. ത്രയി എന്ന് പറഞ്ഞാൽ വേദങ്ങളും ശ്രുതികളും നിഗമങ്ങള്, ഇത് മൂന്നിനെയും കൂട്ടിയിട്ടാണ് ത്രയി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ത്രിപുടികളായി വരുന്നുവോ അതിനൊക്കെ നമുക്ക് ത്രയി എന്ന് പറയാം. നമ്മൾ കൂർമ്മപുരാണത്തിലെ ശ്ലോകവും കണ്ടിരുന്നു. അപ്പൊ ദേവി വേദസ്വരൂപിണിയാണ്. ദേവി തന്നെയാണ് വേദങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോ ആ വേദത്തിലെ ശക്തി അതനുസരിച്ച് ജീവിക്കുന്നവരെ ദേവി ആ ത്രയി എന്നുള്ള ആ എല്ലാ വേദങ്ങളിലും ഉള്ളടക്കം എന്താണോ അതനുസരിച്ച് ജീവിക്കുന്നവരെയൊക്കെ ദേവി മോക്ഷപ്രാപ്തിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നാമത്തിന്റെ അർത്ഥം. ഇനി 873 ത്രിവർഗ നില, ഇതെല്ലാം കണ്ടതാണ്, അതുകൊണ്ടാണ് വിശദമായി പറയാത്തത്. ത്രിവർഗ നിലയ, ത്രിവർഗങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മൾ 4 പുരുഷാർത്ഥങ്ങളെ കുറിച്ച് അറിയാം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിനകത്ത് മോക്ഷം ശരിക്കും പരമപുരുഷാർത്ഥമാണ്. അപ്പോ കർമ്മത്തിൽ അധിഷ്ഠിതമായത് ധർമ്മവും അർത്ഥവും കാമവുമാണ്. അതിനെ ത്രിവർഗം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ത്രിവർഗം ശരിയായാലാണ് പരമപുരുഷാർത്ഥമായിട്ടുള്ള
മോക്ഷപ്രാപ്തി ഉണ്ടാവുള്ളൂ. അപ്പൊ ധർമ്മം, വേദങ്ങൾ പറഞ്ഞിട്ടുള്ള ത്രയി എന്നുള്ള ആ ധർമ്മത്തിൽ അനുഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കണം. അതിനനുസരിച്ചുള്ള അർത്ഥം എന്താണ്, എന്തൊക്കെയാണോ നമുക്ക് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ സാമൂഹികമായിട്ടും എന്തൊക്കെ വേണോ അതെല്ലാം നമുക്ക് സമ്പാദിക്കണം. അങ്ങനെയുള്ള നമ്മുടെ കാമങ്ങൾ എന്ന് പറഞ്ഞാൽ സത്തായിട്ടുള്ള അല്ലെങ്കിൽ സദാചാരപരമായിട്ടുള്ള ആഗ്രഹങ്ങളെയാണ് കാമങ്ങൾ എന്ന് പറയുന്നത്. അതെല്ലാം സിദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ നല്ല നിലയിലാണ് നമ്മുടെ ജീവിതം എന്നാണ് അർത്ഥം. അതാണ് നമ്മുടെ ശാസ്ത്രങ്ങള് നമ്മൾക്ക് കാണിച്ചു തന്ന വഴികളാണിത്. ഈ ഇത്രയും ത്രിവർഗ നിലയങ്ങളും, ഈ ത്രിവർഗ നിലയങ്ങള് ധർമ്മവും അർത്ഥവും കാമവും ശരിയായ രീതിയിൽ നമ്മൾ അർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവും? നമുക്ക് നാലാമത്തെ പുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷപ്രാപ്തി ഉണ്ടാവും. അതാണ് ത്രിവർഗ നിലയ. അത് കഴിഞ്ഞ് ത്രിസ്ഥ എന്നുള്ളത് നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ 3 എന്നാണ്. എല്ലാ 3 അവസ്ഥകളിലും സ്ഥിതി ചെയ്യുന്നവളാണ്. അപ്പോൾ എല്ലാ ത്രിപുടികളിലും സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ത്രിമൂർത്തികളിൽ ദേവി സ്ഥിതി ചെയ്യുന്നു, ത്രിഗുണങ്ങളിൽ ദേവി സ്ഥിതി ചെയ്യുന്നു, സത്വം രജ തമോ ഗുണങ്ങള്. അത് കഴിഞ്ഞ് ത്രിവർഗങ്ങള്, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ നമ്മൾ കണ്ടു. മോക്ഷം ഒഴികെയുള്ള 3 ത്രിവർഗങ്ങളാണ്. ത്രികാലങ്ങൾ നമ്മൾ കണ്ടു, ഭൂതം ഭാവി വർത്തമാനം. ഇതെല്ലാം ദേവിയാണ്, ദേവിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എല്ലാം ദേവിയെ നമുക്ക് കാണാം. അതുകൊണ്ട് ദേവി എന്താണ്? ത്രിസ്ഥ എന്ന് പറയുന്നു. ഇത്രയും നാമങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി 875 നാമം ത്രിപുരമാലിനി എന്നുള്ള നാമമാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോ ആ നാമം കണ്ട് നമുക്ക് മുന്നിലോട്ട് പോവാം. ത്രിപുരമാലിനി. അപ്പൊ ത്രിപുരമാലിനി എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രിപുരമാലിനി എന്ന് ഇവിടെ പറയുന്നത് ശരിക്കും ത്രിപുരമാലിനി എന്ന ഒരു യോഗിനി രൂപത്തെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ദേവിയുടെ വർണ്ണങ്ങളും അക്ഷരങ്ങളും ഒക്കെ കണ്ട ഓരോ പത്മങ്ങളിലുമുള്ള ഹാഗിനി, കാഗിനി, ഡാഗിനി എന്നുള്ള ഓരോ ദേവതകളെ കണ്ടപ്പോഴും ഓരോ പത്മങ്ങളിൽ എത്ര എതളുകൾ ഉണ്ടായിരുന്നെന്നും അവിടുത്തെ അടിസ്ഥാന വർണ്ണങ്ങൾ ഏതാണെന്നും അവിടുത്തെ ആ ദേവിയുടെ ഭക്ഷണം ഏതാണെന്നും അല്ലെങ്കിൽ പ്രിയമായിട്ടുള്ള ആഹാരം ഏതാണെന്നും ഇതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് കണ്ടതായിരുന്നു. ഇവിടെ വീണ്ടും നമ്മൾ ഈ ത്രിപുരമാലിനി എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പോകുന്ന എവിടേക്കാണ്? ദേവിയുടെ കുണ്ടലിനി സ്വരൂപത്തെ അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ഡ സ്വരൂപത്തെ ശ്രീചക്ര രൂപത്തിൽ കാണുന്ന ആ ശ്രീചക്രത്തിന്റെ രൂപമായിട്ടാണ് ഇവിടെ ത്രിപുരമാലിനി എന്നുള്ള ഈ നാമം വരുന്നത്. അപ്പോ ത്രിപുരമാലിനി എന്നുള്ള യോഗിനി എവിടെയാണ് ഇരിക്കുന്നത്? ശ്രീചക്രത്തിന്റെ 6ാമത്തെ ആവരണമായ സർവരക്ഷാകര ചക്രം. സർവരക്ഷാകര ചക്രം, ആ ചക്രത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് ത്രിപുരമാലിനി. അപ്പോൾ ശ്രീചക്രം കാണിച്ചിട്ട് പറയേണ്ടതാണിത്, എന്നാലേ കുറച്ചുകൂടിയൊക്കെ ക്ലാരിറ്റി വരുള്ളൂ. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം ശ്രീചക്രത്തെ കുറിച്ച് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ക്ലാസ്, അല്ലാതെ അതിനെക്കുറിച്ച് ഡെപ്ത് ആയിട്ട് പറയാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ ശ്രീചക്രം എന്താണെന്നും അതിന്റെ ആവരണങ്ങൾ എന്താണെന്നും അതെന്തിനാണ് പ്രതിനിധാനം ചെയ്യണമെന്നും ജനറൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും കാണിച്ച് ക്ലാസ് എടുക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പൊ എന്താണ് ശ്രീചക്രത്തിന്റെ 6ാമത്തെ ആവരണം? എങ്ങനെയാണ് ഈ ആവരണങ്ങൾ വരുന്നത് നമുക്കറിയാം. ആദ്യം ഭൂപുരമാണ്, സ്ക്വയർ ആയിട്ടുള്ള ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഭൂപുരങ്ങളാണ് 4 കാണുന്നത്. അതിനകത്ത് ചക്രങ്ങളുണ്ട്. അപ്പൊ ആ ഭൂപുരത്തിന്റെ ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത് ഓരോ ചക്രങ്ങളും. അപ്പോൾ ശരിക്കും വരുന്നത് എങ്ങനെയാണ്? ശ്രീചക്രത്തിന്റെ മധ്യത്തിലാണ് ബിന്ദുമണ്ഡലവാസിനിയായിട്ട് ദേവി സ്ഥിതി ചെയ്യുന്നത്. അതെങ്ങനെയാണ് ബിന്ദുമണ്ഡലവാസിനി? നവാവരണ ചക്രങ്ങളുണ്ട്, അതിനകത്ത് 9 ത്രികോണങ്ങളുണ്ട്. ഈ നവാവരണ ചക്രങ്ങളില് ഏറ്റവും ഉള്ളിലായിട്ട് വരുന്നത് 9 ത്രികോണങ്ങളാണ്. അതിനകത്ത് 4 ത്രികോണങ്ങളാണ്, 5 ശക്തി ത്രികോണങ്ങളാണ്. ഈ 4 ഊർധ്വമുഖവും 5 അധോമുഖവുമായിട്ടുള്ള ത്രികോണങ്ങളാണ്. ഈ എല്ലാ ത്രികോണങ്ങളും കൂടിയിട്ട് ഈ ഓരോ ചക്രങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് അവിടെയൊക്കെ ത്രികോണങ്ങളായി. അപ്പൊ ആ ഓരോ ചക്രങ്ങളും വരുന്നത് ആ ലൈനിങ്ങുകളാണ് ഇതിന്റെ ഓരോന്നിന്റെയും. അപ്പൊ ആദ്യത്തെ ചക്രം ഏതാണെങ്കിൽ ത്രൈലോക്യ മോഹന ചക്രം എന്നാണ് ആദ്യത്തെ ചക്രത്തിന്റെ. അതെവിടെയാണ്? ഈ ഭൂപുരവും അതുപോലെ തന്നെ ആദ്യത്തെ വലയം, ഭൂപുരം കഴിഞ്ഞ് ആദ്യത്തെ വലയമാണ് ശ്രീചക്രത്തിന്റെ ത്രൈലോക്യ മോഹന ചക്രം. അപ്പൊ നമ്മൾക്കത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ശ്രീചക്രത്തിന്റെ ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നമുക്കറിയാം. അപ്പൊ ത്രൈലോക്യ മോഹന ചക്രം, അപ്പൊ ഭൂപുരവും അതിന്റെ ആദ്യത്തെ ആവരണവുമാണ് ത്രൈലോക്യ മോഹന ചക്രം എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്താണ് സർവാശ പരിപൂരക ചക്രം. ഇത് 16 ദളങ്ങളുള്ള ഒരു പത്മമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എതളുകളായിട്ട് പത്മങ്ങളെ കാണാം. അടുത്തത് ആ പത്മങ്ങളുള്ള ആ ആവരണത്തിലുള്ള ചക്രത്തിനെയാണ് പറയുന്നത്. അത് ഔട്ടറാണ്. നമ്മള് പുറത്തിൽ നിന്ന് ഉള്ളിലോട്ടാണ് പോകുന്നത്.
അത് സർവാശ പരിപൂരക ചക്രം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് സർവ സംക്ഷോഭണ ചക്രമാണ് മൂന്നാമത്തെ ചക്രം. ഇവിടെയും ദളങ്ങളാണ്. അത് അടുത്ത ദളങ്ങളുള്ള 8 ദളങ്ങളുള്ള ഒരു ചക്രമാണ്. താമരയുടെ 8 ദളങ്ങളുള്ള ചക്രമാണ് ശ്രീചക്രത്തിന്റെ. ആ അഷ്ടദള പത്മചക്രമാണ് സർവ സംക്ഷോഭണ ചക്രം. അത് കഴിഞ്ഞ നാലാമത്തെ ചക്രമാണ് സർവ സൗഭാഗ്യദായക ചക്രം. ഈ പേരുകളൊക്കെ കേട്ടാൽ മതി, ഇപ്പൊ എഴുതിയെടുക്കുക, ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഈ വീണ്ടും ഉള്ളിലേക്ക് പോകുമ്പോൾ ത്രികോണങ്ങൾ തുടങ്ങി. എങ്ങനെയാണ് ത്രികോണങ്ങൾ തുടങ്ങുന്നത്? ശിവരൂപിയായിട്ടുള്ള 4 അധോമുഖ ത്രികോണങ്ങളും അതുപോലെ തന്നെ ദേവി ശക്തി രൂപിയായിട്ടുള്ള 5 ഊർധമുഖ ത്രികോണങ്ങളും. ഇങ്ങനെ അധോമുഖവും ഊർധമുഖമായിട്ടുള്ള 5ഉം 4ഉം 9 ത്രികോണങ്ങൾ കൂടുമ്പോഴാണ് ഈ അടുത്ത ചക്രങ്ങളിലൊക്കെ ത്രികോണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് സർവ സൗഭാഗ്യദായക ചക്രം എന്നുള്ളത്? 14 ചെറിയ ത്രികോണങ്ങൾ അടങ്ങിയിട്ടുള്ള ആ ചക്രം, അവിടെ വരുന്ന ചക്രത്തെയാണ്. അപ്പൊ ഖണ്ഡിച്ച് വരുന്ന 14 ത്രികോണങ്ങളുള്ള അടുത്ത ലെയറാണ് സർവ സൗഭാഗ്യദായക ചക്രം. ഇതിനൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ശ്രീചക്ര ആരാധനയൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അഞ്ചാമത്തതാണ് സർവാർത്ഥ സാധക ചക്രം. സർവാർത്ഥ സാധക ചക്രം എന്ന 10 ത്രികോണങ്ങളുള്ള, വീണ്ടും ഉള്ളിലേക്ക് പോകുമ്പോൾ 10 ത്രികോണങ്ങളായി മാറും. ആ 10 ത്രികോണങ്ങളെ വലയം ചെയ്തിരിക്കുന്ന ചക്രമാണ് സർവാർത്ഥ സാധക ചക്രം. ഇനി ആറാമത്തെ ചക്രമാണ് സർവരക്ഷാകര ചക്രം. ഇതാണ് നമ്മൾ ഇവിടെ കണ്ടത്. സർവരക്ഷാകര ചക്രത്തിന് 10 ത്രികോണങ്ങൾ വീണ്ടും ഉണ്ട്. അപ്പൊ ആ 10 ത്രികോണങ്ങളുടെ അധിഷ്ഠാന ദേവതയായിട്ട് ഈ സർവരക്ഷാകര ചക്രത്തിലിരിക്കുന്ന ദേവതയുടെ പേരാണ് ത്രിപുരമാലിനി. ഇപ്പൊ ഓരോ ദേവതകളുടെയും പേര് നമ്മൾ ഓരോ ചക്രത്തിന്റെയും ഇവിടെ പറയുന്നില്ല. ആ ചക്രത്തിന്റെ അടിസ്ഥാന ദേവതയാണ് ത്രിപുരമാലിനി. ഇനി ഏഴാമത്തെ ചക്രം സർവരോഗഹര ചക്രമാണ്. ആ സർവരോഗ, ഇത് പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ശ്രീവിദ്യ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തിദായകമാണെന്നുള്ളത്. എല്ലാം തീർത്തു കൊണ്ടുവരികയാണ് ഓരോന്നോരോന്നായിട്ട്. സർവരോഗഹര ചക്രമാണ് ഏഴാമത്തെ ആവരണം. അവിടെ 8 ചെറിയ ത്രികോണങ്ങളാണുള്ളത്. അത് കഴിഞ്ഞാൽ എട്ടാമത്തെ ആവരണമാണ് സർവസിദ്ധിപ്രദ ചക്രം. അവിടെ അറ്റം കീഴോട്ടായിട്ടുള്ള ഒരു ത്രികോണമാണല്ലോ, അത് മാത്രമേ വരുന്നുള്ളൂ ഈ എട്ടാമത്തെ സർവസിദ്ധിപ്രദ ചക്രത്തില്. ഇനി 9ാമത്തെ ചക്രമാണ് സർവ ആനന്ദമയ ചക്രം. ഇവിടെ അറ്റം കീഴാട്ടായിട്ടുള്ള വീണ്ടും ഒരു ത്രികോണങ്ങളാണ്, അതിനകത്തുള്ള ഒരു ത്രികോണം. അപ്പോ 8ാമത്തെ സർവസിദ്ധിപ്രദായക ചക്രത്തില് ഒരു ത്രികോണമാണ്. ആ സർവ ആനന്ദമയ ചക്രം എന്ന് പറഞ്ഞാൽ ആ ഒരു നടുക്ക് വരുന്ന ത്രികോണത്തിന്റെ ബിന്ദു, കേന്ദ്ര ബിന്ദു ആയിട്ടുള്ള ആ വലയത്തിനെയാണ് പറയുന്നത് സർവ ആനന്ദമയ ചക്രം. അത് 9ാമത്തെ ചക്രമാണ്, സർവ ആനന്ദമയ ചക്രം. അപ്പോ ശരിക്കും അവിടെയാണ് ലളിതാംബിക, ആ വിരാട് സ്വരൂപിണിയായിട്ട് ലളിതാംബിക ശ്രീചക്രത്തിന്റെ മധ്യത്തില് ബിന്ദുമണ്ഡല വാസിനിയായിട്ട് ലളിതാംബിക ഇരിക്കുന്നത്. അപ്പോ നമ്മൾ കാണുന്നവിടെ ശ്രീചക്രത്തിന്റെ ഓരോ ചക്രങ്ങളും ഖണ്ഡിച്ച് അവസാനം 9ാമത്തെ ചക്രമായിട്ടുള്ള അവിടെ എത്തുമ്പോൾ അതൊരു ബിന്ദു മാത്രമാണ്. അതാണ് ബിന്ദുമണ്ഡല വാസിനിയായിരിക്കുന്ന ലളിതാംബിക. അങ്ങനെയാണ് നമ്മൾ ആ ദേവിയെ സ്വരൂപത്തെ ദർശിക്കുന്നത്. ഇതിനകത്തെ 6ാമത്തെ ചക്രമായിട്ടുള്ള സർവരക്ഷാകര ചക്രത്തിലെ അധിഷ്ഠാന ദേവതയാണ് ത്രിപുരമാലിനി എന്ന് പറയുന്നത്. അപ്പോ ശരിക്കും സർവ രക്ഷാകര ചക്രത്തിന് 10 ത്രികോണങ്ങളുണ്ട്. ഇവയ്ക്ക് ഓരോന്നിനും ഓരോ അധിഷ്ഠാന ദേവതകളുണ്ട്. ആ അധിഷ്ഠാന ദേവതകളുടെ ഒക്കെ മുകളിലിരിക്കുന്ന അതിന്റെ എന്താണ് പറയേണ്ടത്, പ്രമുഖമായിട്ടുള്ള ദേവതയാണ്, അവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ദേവതയാണ് ത്രിപുരമാലിനി. അങ്ങനെ ഇരിക്കുന്ന ആ ശ്രീചക്രത്തിലെ ത്രിപുരമാലിനിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ഓം ത്രിപുരമാലിന്യേ നമ എന്ന് പറഞ്ഞ് നമുക്ക് 876ാമത്തെ നാമത്തിലേക്ക് പ്രവേശിക്കാം. നിരാമയ. നിരാമയ ദേവിയുടെ മറ്റൊരു പേരാണ് നിരാമയ. ആമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദി. ആദി ആർക്കാണ് ഉണ്ടാവുന്നത്? മനസ്സിനാണ് ആദി ഉണ്ടാവുന്നത്. അപ്പോ വ്യാധിയോ? ശരീരത്തിന്. നിരാമയം എന്ന് പറഞ്ഞാൽ ആദിക്കും വ്യാധിക്കും ഒക്കെയാണ് നിരാമയ എന്ന് പറയുന്നത്. നിരാമയം, ആമയം എന്ന് പറയുന്നത്. അപ്പൊ നിരാമയം എന്ന് പറഞ്ഞാൽ ആമയത്തെ നിശേഷം മാറ്റി നിർത്തുന്നതാണ്, തീർക്കുന്നതാണ്. അതുകൊണ്ട് ദേവി നിരാമയാണ്. അപ്പൊ ആദിയും വ്യാധിയും ദേവിയെ ഭജിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ല സുഖം കിട്ടും, എല്ലാ താപങ്ങളും അകന്നു പോകും. കാരണം ദേവി ആമയങ്ങളെ, ആദികളെയും വ്യാധികളെയും അകറ്റുന്ന പുണ്യവതിയാണ് ദേവി. അതുകൊണ്ട് ദേവി നിരാമയ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി ദേവിക്ക് ഒരു ആമയവുമില്ല. ദേവിക്ക് ഇതൊന്നും ബാധകമല്ല. മനസ്സിന്റെ വ്യാധിയും ആദിയും ഒന്നുമില്ല. ദേവി ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് ദേവി നിരാമയാണ്, അങ്ങനെയും പറയാം. അപ്പോ ഒന്ന്, നമ്മളുടെ ആദിവ്യാധികളൊക്കെ തീർത്തു തരുന്ന ദേവി നിരാമയ.
രണ്ട്, ഒരു ആമയങ്ങളും ഇല്ലാത്ത ശുദ്ധ ബ്രഹ്മ സ്വരൂപിണിയായിട്ടുള്ള ദേവി നിരാമയ. രണ്ടായാലും ദേവി ഭക്തന്റെ സകല ദുഃഖങ്ങളും ഹരിച്ച് അദ്ദേഹത്തിന് ഈ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മോചനം കൊടുക്കുന്ന ആ ശക്തി സ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് ദേവി നിരാമയ. എല്ലാ ആമയങ്ങളും തീർത്തു തരുന്ന ആ ദേവിക്ക് നമസ്കാരം. ഓം നിരാമയായേ നമ. ഇനി 877 നാമം നിരാലംബ. നിരാലംബ. നിരാലംബ എന്ന് പറഞ്ഞാൽ നിർഗതമായിട്ടുള്ള ആലംബത്തോടു കൂടിയവർ. അപ്പൊ ആലംബം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അപ്പൊ നിർഗതമായിട്ടുള്ള ആലംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ആലംബമില്ലാത്തവൾ. ഒരാലംബവും ഇല്ല ദേവിക്ക്. ദേവിക്ക് ഒരാലംബത്തിന്റെയും ആവശ്യമില്ല. ആലംബം എന്ന് പറഞ്ഞാൽ ഇതാണ് ആശ്രയം. അപ്പോ ദേവിക്ക് ഒരു ആലംബത്തിന്റെയും ആശ്രയമില്ല. ദേവി ജഗദംബികയാണ്. അങ്ങനെയുള്ള ദേവിക്ക് മറ്റ് ഒരു ആലംബത്തിന്റെയും ഒരാശ്രയത്തിന്റെയും ആവശ്യമില്ല. ദേവി ശക്തി സ്വരൂപിണിയാണ്. പൂർണ്ണ സ്വതന്ത്രയാണ് ദേവി. ഈ ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിസ്ഥിതി സംഹാര ലീലകളെ കൊണ്ട് അങ്ങനെ അമ്മാനമാടുന്നതാണ് ദേവി. ആ ദേവിക്ക് മറ്റൊന്നിനെയും ആശ്രയിച്ചിട്ടല്ല ദേവി ഇരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ദേവി നിരാലംബ, ഒരാലംബവും ഒരാശ്രയവുമില്ലാത്ത സർവസ്വതന്ത്രയായിട്ടുള്ള ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് ദേവി നിരാലംബ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഓം നിരാലംബായേ നമ. ഇനി 878 നാമം സ്വാത്മാരാമ. സ്വാത്മാരാമ. സ്വ ആത്മാ രാമ. ആരാമ എന്ന് വരും ഇവിടെ. സ്വാത്മാരാമ, സ്വന്തം ആത്മാവിൽ തന്നെ രമിക്കുന്നവൾ. സ്വാത്മാരാമ. അപ്പോ ദേവി സ്വന്തം ആത്മാവിൽ തന്നെ രമിക്കുന്നവളാണ്. കാരണം ഏകമായിട്ടുള്ള പരമ ചൈതന്യമാണ് ദേവി. അത് ശരിക്കും ആ ഒരൊറ്റ ചൈതന്യമാണ് ശിവനും ശക്തിയുമായി രണ്ടായി പിരിഞ്ഞത്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ശിവശക്തി രൂപം ഒന്നാണ്. അത് രണ്ടായി പിരിഞ്ഞിട്ടാണ് ശിവനും ശക്തി സ്വരൂപമായത്. അപ്പോ ഒരേ ശക്തി തന്നെയാണ് പ്രപഞ്ച സൃഷ്ടി കാരണമായ ഈ ദൈവിക ശക്തി. അതുകൊണ്ട് ഇതൊക്കെ ചേർത്ത് ദേവി ലീലകളാടുകയാണ്. ദേവി എന്താ ചെയ്യുന്നത്? അങ്ങനെ രമിക്കുകയാണ്. ഈ സ്വന്തം ആത്മാവിൽ തന്നെ, അല്ലെങ്കിൽ ആ ആത്മാവെന്ന ആ ബ്രഹ്മം എന്ന അവസ്ഥയില് ദേവി ഒന്നിന്ന് രണ്ടായി പിരിഞ്ഞിട്ട് ബ്രഹ്മാണ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെ ലീലകളായിട്ട് സ്വന്തം ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവി. ദേവിയുടെ ആ ലീലകള്, ആ ആത്മാരാമം തന്നെയാണ്, ആ ദേവിയുടെ ആത്മാവിൽ തന്നെയുള്ള ആ കളി, അത് തന്നെയാണ്, ആ ലീല തന്നെയാണ് ഈ പ്രപഞ്ച സൃഷ്ടി. അപ്പോ ദേവി എന്താണ് ചെയ്യുന്നത്? സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറഞ്ഞാൽ ദേവിക്ക് സ്വന്തം ആത്മാവിൽ ദേവി രമിക്കുന്നതാണ്. അതുകൊണ്ട് ദേവിയെ സ്വ ആത്മാരാമ എന്ന് പറയുന്നു. സ്വന്തം ആത്മാവിൽ രമിക്കുന്നവൾ എന്ന് പറയുന്നു. ഇനി ഇപ്പൊ നോക്കൂ, ജഗത്തിന്റെ സംഹാരകാലത്തും അതുപോലെ തന്നെ ജഗത്ത് ഉണ്ടാവുന്ന കാലത്തും ഒന്നുമില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോ ആ അവസ്ഥയിൽ എല്ലാം തന്നിൽ ലയിപ്പിച്ച് ദേവി രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സൃഷ്ടിസ്ഥിതിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. പ്രപഞ്ചത്തെ ഉണ്ടാക്കി അങ്ങനെ ദേവി ലീലകളാടി രമിക്കുകയാണെന്ന് പറഞ്ഞു. ഇതൊന്നുമില്ലാത്ത അവസ്ഥ വരുമ്പോ, ദേവി ശുദ്ധബ്രഹ്മമായിട്ടിരിക്കുന്ന അവസ്ഥ വരുമ്പോ ദേവി അത് ആ സ്വന്തം ആത്മാവില് രമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതിനെയും സ്വാത്മാരാമ എന്ന് പറയുന്നു. ഇനി 879 നാമം സുധാശ്രുതി. സുധാശ്രുതി. സുധ എന്ന് പറഞ്ഞാൽ എന്താണ്? അമൃത്. സുധ എന്ന് പറഞ്ഞാൽ അമൃത്. ശ്രുതി എന്ന് പറഞ്ഞാലോ പ്രവാഹം. അപ്പോ സുധാശ്രുതി എന്ന് പറഞ്ഞാൽ അമൃതധാര, അമൃതധാരയുടെ പ്രവാഹം. ദേവി എന്താണ് ശരിക്കും? സുധാശ്രുതിയാണ് ദേവി. സകല ജരാനരകളും രോഗങ്ങളും അകാല മൃത്യുവും ഒക്കെ ഒഴിവാക്കുന്ന ദിവ്യ ഔഷധമാണ് ദേവി. എന്താണത്? അമൃത. എല്ലാം മാറ്റിക്കൊടുക്കുന്ന, ജരാനരകളും അതുപോലെ തന്നെ മൃത്യുവും ഒക്കെ മാറ്റി നമ്മളെ എന്നും ആ മോക്ഷ പദവിയിലേക്ക്. ഇത് ശരിക്കും ഇതൊന്നുമില്ലാത്ത അവസ്ഥ എന്താ വരുന്നത്? ജനിച്ചു കഴിഞ്ഞാൽ അന്ന് മുതലേ ഓരോ സെല്ലുകളായിട്ട് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ശരിക്കും സുധാശ്രുതി എന്താണ് ഉദ്ദേശിക്കുന്നത്? അസുഖങ്ങളൊക്കെ മാറ്റി നല്ല ശരീരം കൊടുത്തു. അപ്പൊ മരണമില്ലാതിരിക്കുവോ? മരണമില്ലാതെ ആരുമില്ല ഇവിടെ. ബ്രഹ്മാവിനും വിഷ്ണുവിനും കൂടി പ്രളയകാലത്ത്, മഹാപ്രളയകാലത്ത് എല്ലാം ലയിപ്പിച്ചു പോവുകയാണ്. ഓരോ കാലങ്ങളിലും ഓരോ ബ്രഹ്മാവ് ജനിക്കുകയാണ് സൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ട്. ദേവി അല്ലെങ്കിൽ ആ ശക്തി ബ്രഹ്മം തന്നെ രണ്ടായി പിരിഞ്ഞ് സൃഷ്ടി നടത്തുകയാണ്.
ഓരോ ബ്രഹ്മാവിനും ഓരോ മഹാപ്രളയത്തിന് ശേഷവും ബ്രഹ്മാവ് ഉണ്ടാവുകയാണ്. അപ്പോ അതേപോലെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ജരാനരകള് ഇല്ലാത്ത ഒരു ജീവിതം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ സുധാസൃതിയായിട്ട് ജരാനരകളെയൊക്കെ ഒഴിവാക്കുന്ന ദേവി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവി മോക്ഷം കൊടുക്കും എന്നുള്ളതാണ്. ആ ബ്രഹ്മത്തിൽ തന്നെ നമ്മളെ ലയിപ്പിക്കാൻ ശക്തിയുള്ളവളാണ് ദേവി. അതാണ് ഇവിടെ സുധാസൃതി. അപ്പോ എന്താണ് ശരിക്കും സുധാസാരാഭിവർഷിണി എന്നുള്ള നാമം നമ്മൾ 106 നാമം കണ്ടത് ഓർക്കുന്നില്ലേ? അപ്പോ കുണ്ടലിനി ശക്തി ഷഡ്ചക്രങ്ങളെയൊക്കെ ബന്ധിച്ച് ഭേദിച്ച് അവസാനം സഹസ്രാരത്തിലെത്തിയിട്ട് ശക്തി ശിവനുമായി രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ സുധ, ആ പരമ പീയൂഷധാര, അവിടെ യോഗിയായിരിക്കുന്ന ഭക്തൻ അതിൽ നനഞ്ഞു കുളിച്ചു നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അസുലഭമായിട്ടുള്ള ആത്മനിർവൃതിയാണ് സുധാശ്രുതി എന്ന് പറയുന്നത്. ചെറിയൊരു മോക്ഷം തന്നെയാണത്, കൈവല്യ പദം തന്നെയാണ്, പക്ഷെ ക്ഷണികമാണത്. വീണ്ടും കുണ്ടലിനി താഴത്തേക്ക് വരണം, കർമ്മം ചെയ്യണം നമുക്ക് മരിക്കുന്നത് വരെ. ഏത് യോഗിയാണെങ്കിലും വീണ്ടും കുണ്ടലിനി താഴത്തേക്ക് വരും, അദ്ദേഹത്തിന് എന്ത് കർമ്മം ചെയ്യണമെങ്കിലും. അപ്പൊ അത് മൂലാധാര ചക്രത്തിലെത്തും. പക്ഷെ വീണ്ടും വീണ്ടും ശാസ്ത്രാരത്തിലെത്തിക്കാനുള്ള കഴിവ് ആർജിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മോക്ഷപ്രാപ്തി ഉണ്ടാവും ഈ ജന്മം കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അപ്പൊ അതേ സുധാസാരാഭിവർഷിണി തന്നെയാണ് ഇവിടെ സുധാശ്രുതി എന്നുള്ള ആ അമൃതധാരാ പ്രവാഹമായിരിക്കുന്ന ദേവി. ആ ദേവിക്ക് നമസ്കാരം, സുധാശ്രുതി എന്ന് പറഞ്ഞാൽ. ഇതോടുകൂടിയിട്ട് 163 ശ്ലോകം അവസാനിക്കുകയാണ്. ഇനി നമുക്ക് 164 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർत्री യജമാന സ്വരൂപിണി. സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർत्री യജമാന സ്വരൂപിണി. ഇവിടെ 880 മുതൽ 883 വരെയുള്ള 84 നാമങ്ങളാണ്. ആദ്യത്തെ വരിയിലുള്ള ഒരു മുഴുവൻ നാമമാണ് സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത. ഇത് ധാരാളം കേട്ടിട്ടുള്ള നാമമാണ്. പല ശാസ്ത്രനാമങ്ങളിൽ എല്ലാറ്റിലും വരാറുണ്ട്. നമ്മൾ പലപ്പോഴും പല ശ്ലോകങ്ങൾ ചൊല്ലുമ്പോഴും വരാറുണ്ട്. അപ്പൊ എന്താണിത്? സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത. അപ്പൊ എന്താണ് സംസാരം എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ലോകം തന്നെ സംസാര ചക്രം. ഈ ജനിമൃതികളായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ജനിക്കുക, വളരുക, മരിക്കുക, വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക, ഈ കർമ്മങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ ജന്മം, അതാണ് സംസാര ചക്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെളി. പങ്കത്തിൽ പങ്കജം എന്ന് താമരയെ പറയുന്നത് ചെളിയിൽ വിരിഞ്ഞത് കൊണ്ടാണ് പങ്കജം എന്ന് പറയുന്നത്. പങ്കത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്, ജനിക്കുന്നതാണ് കൊണ്ട് പങ്കജം. അപ്പൊ പങ്കം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെളിയാണ്. ഇനി നിർമഗ്നം. നിർമഗ്നം എന്ന് പറഞ്ഞാൽ മുങ്ങിക്കിടക്കുന്നത്. അപ്പൊ എവിടെയാണ് മുങ്ങിക്കിടക്കുന്നത്? സംസാരമാകുന്ന ചളിക്കുണ്ടില് മുങ്ങിക്കിടക്കുകയാണ്. സംസാര പങ്ക നിർമഗ്ന. അപ്പോഴോ സമുദ്ധരണം, സമ്യക്കായിട്ട് ഉദ്ധരിക്കുക. ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ചു ഉയർത്തുക, പൊക്കുക. അതിന് ആർക്കാണ് പിടിച്ചു ഉയർത്താൻ പറ്റുക? പണ്ട് ആർക്കിമിഡീസ് പറഞ്ഞു അത്രേ, ലഘു യന്ത്രങ്ങൾ ഉണ്ടാക്കിയപ്പോ, എനിക്ക് ഭൂമിയിൽ നിന്നും മറ്റൊരു സ്ഥലത്ത് നിൽക്കാനുള്ള ഒരു സ്പേസ് തരൂ, ഭൂമിയിലല്ലാതെ എന്നെ മറ്റൊരു സ്ഥലത്ത് നിർത്തി തരൂ, ഒരു ചെറിയ ദണ്ഡം തരൂ എനിക്ക്, സ്റ്റീലിന്റെ ഒരു റോഡ്, ഞാൻ ഈ ഭൂമിയെ പൊക്കാം. ഉത്തോലകം, ഒരു ചെറിയ അലാങ്കി ഉപയോഗിച്ചിട്ട് അതിന്റെ അടിയിൽ ഒരു ചെറിയ കോണും ഉപയോഗിച്ചതിന് ശേഷം ഒരു വലിയ കല്ലിനെ ഒറ്റ ചവിട്ടുകൊണ്ട് പൊക്കുന്നത് പോലെ ഞാൻ പൊക്കിത്തരാന്ന് പറഞ്ഞു. അപ്പൊ എവിടെ വേണം? ഈ ഭൂമിയിലായാൽ ഭൂമിയെ പൊക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് എത്ര വലിയവനാണെങ്കിലും ഗുരുവിന് വഴി കാണിച്ചു തരാൻ പറ്റും. നിങ്ങളെ ഒരിക്കലും ആ പങ്കത്തിൽ നിന്നും ഉദ്ധരിക്കാൻ പറ്റില്ല. അതിന്റെ പുറത്ത് നിൽക്കുന്നവരാണ്. അതാണ് ശ്രീ ഗുരു ചരണ സരോജരജ നിജമനുമ ഗുരു സുധാരി എന്ന് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഹനുമാൻ ചാലീസയിൽ കണ്ടത്. അപ്പോ ഇവിടെ എന്താണ്? സമ്യക്കായി ഉയർത്തണമെങ്കിൽ ആര് വേണം? പണ്ഡിത വേണം, നല്ല സാമർഥ്യമുള്ളവള് വേണം. ആ സാമർഥ്യമുള്ളവള് ഈ പങ്കത്തിൽ ഒന്നും പെരളാത്ത, അല്ലെങ്കിൽ പെടാത്ത, അല്ലെങ്കിൽ അടിപ്പെടാത്ത ആളായിരിക്കണം. അപ്പൊ ദേവിക്ക് നമ്മൾ നേരത്തെ കണ്ടു, നിരാമയാണ്, ഒരു പ്രശ്നവുമില്ല, ജരയില്ല, നരയില്ല, ഒന്നുമില്ല ദേവിക്ക്. അപ്പൊ ദേവി ഈ സംസാര പങ്കത്തിൽ പെട്ടിട്ടേയില്ല. ഇവിടുന്ന് പുറത്തു നിൽക്കുന്നവളാണ്. ഈ ബ്രഹ്മാണ്ടത്തിനും പുറത്താണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് നമ്മളെ പെട്ടെന്ന് കൈപിടിച്ചു ഉയർത്താൻ പറ്റും. കാരണം ദേവി സംസാരമാകുന്ന ഈ ചളിക്കുണ്ടില് ഒരിക്കലും പെട്ടിട്ടില്ല. അപ്പോ ദേവി തന്നെ ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആ ചളിക്കുണ്ടിൽ നിന്നും ദേവി ഉദ്ധരിക്കും.
സംസാരമാകുന്ന ചളിക്കുണ്ടിൽ നിന്നും നമ്മളെ സമ്യക്കായിട്ട് ഉദ്ധരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠയാണ് ദേവി, അല്ലെങ്കിൽ കഴിവുറ്റവളാണ്, സാമർഥ്യമുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവി സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത. ഇനി ഇവിടെ ദേവി ആരാണ്? ഗുരുരൂപിണിയാണ് ദേവി, ഈശ്വരിയാണ് ദേവി, അമ്മയാണ് ദേവി. ഇപ്പൊ ഓരോ റോളിലാണ്. ആദ്യം അമ്മ, അത് കഴിഞ്ഞ് ഈശ്വരി, അത് കഴിഞ്ഞ് ഗുരു, അത് കഴിഞ്ഞ് ഈശ്വരി. ഈ 3 റോളുകളിലും ഗുരുവായി വന്നിട്ടും അമ്മയായി വന്നിട്ടും അതുപോലെ തന്നെ സാക്ഷാൽ ജഗത് ജനനിയായി വന്നിട്ടും ദേവി നമ്മെ സംസാര ദുഃഖത്തിൽ നിന്നും കരകയറ്റും. പക്ഷെ നമ്മൾ നേരത്തെയും കണ്ടു, വിളിക്കുന്നത് പോലെ ആ അമ്മ ഉണ്ട് എന്നുള്ള കുട്ടിയുടെ വിശ്വാസം ആ കുട്ടിയെ ഒരു പേടി ഉണ്ടാകില്ല. ആര് വന്നാലും കുട്ടിക്ക് പേടിയില്ല അമ്മ ഉണ്ടത്. കാരണം അചഞ്ചലമായിട്ടുള്ള വിശ്വാസമാണ് അമ്മയിലെ കുട്ടിക്ക്. അതേ വിശ്വാസം ആ കുട്ടിക്ക് കുറച്ച് വലുതാകുമ്പോൾ നഷ്ടപ്പെടും. ഞാനാണ് വലുത് അമ്മയെക്കാളിലും അല്ലെങ്കിൽ അച്ഛനെക്കാളിലും തോന്നുന്നു. അതേപോലെ തന്നെയാണ് നമുക്ക് ആദ്യമൊക്കെ ദേവിയിൽ നല്ല വിശ്വാസവും കുറച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാണോ എന്നുള്ള ഡൗട്ട് വരാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ അവിശ്വസിക്കുമ്പോൾ ഒരിക്കലും ദേവി നമ്മളെ നിഷ്കളങ്കമായിട്ട് ദേവി ആശ്രയിക്കണം. ദേവിയെ നിഷ്കാമമായിട്ട് തന്നെ ഭജിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ദേവി എന്ത് ചെയ്യും? അമ്മയായിട്ടും ഗുരുരൂപിണിയായിട്ടും ഈശ്വരിയായിട്ടും ദേവി നമ്മെ ഈ സംസാര ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് ഈ ചക്രത്തിൽ നിന്ന് തന്നെ മോചിപ്പിച്ചിട്ട് കൈവല്യ പദവി തരും എന്നതാണ്. ശരിക്കും സുഖം എന്ന് പറയുന്നത് എന്താണ്? ദുഃഖം. ഇപ്പൊ സംസാര പങ്കം എന്ന് പറഞ്ഞാൽ എന്നാൽ ഈ പങ്കൊന്നും ഇല്ലാത്ത നല്ല തെളിഞ്ഞ വെള്ളമുള്ള സംസാരത്തിൽ എന്നെ ആക്കൂ, അങ്ങനെ ഉണ്ടോ? സുഖം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? ഒരു ട്രാപ്പാണ്. എന്ത് സാധനമാണെങ്കിലും ആ സുഖത്തിന് എപ്പോഴും എന്താ ഉള്ളത്? ഒരു ലിമിറ്റ് ഉണ്ടാവും അതിനകത്ത്. അത് കഴിഞ്ഞാൽ അത് നമുക്ക് ദുഃഖം തന്നേ പറ്റൂ. ശരീരമാണെങ്കിലും ഇപ്പൊ കളത്തരം ഭാര്യയാണെങ്കിലും, ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ ഭാര്യയായാൽ എല്ലാം സുഖമായി എന്ന് കരുതും. പിന്നെയാണ് നമുക്ക് തോന്നുന്നത്, അയ്യോ അവരും കൂടി നമുക്ക് എല്ലാവരുടെ 2 സ്വഭാവങ്ങളുള്ള ആളുകളെ ഒരുമിച്ച് പോകണം, ഒരാളുടെ കൂടെ വേണം. അപ്പൊ ഒരു പുത്രൻ വേണമെന്ന്. പുത്രനായി കഴിഞ്ഞാൽ എല്ലാ സന്തോഷമാണെന്ന് തോന്നും. അത് കഴിഞ്ഞ് പുത്രനായി കഴിഞ്ഞാൽ ആ കുട്ടിയെ വളർത്താനുള്ള കഷ്ടപ്പാടുകള്, അസുഖം വന്നു കഴിഞ്ഞാലുള്ള കഷ്ടപ്പാടുകള്, അങ്ങനെ ഒരുപാട്. അത് കഴിഞ്ഞാൽ പുത്രൻ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് വരും. അത് കാണുമ്പോൾ അതിലേറെ സങ്കടം, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട്. അപ്പൊ എന്ത് നമുക്ക് സന്തോഷം തരുന്നുവോ അതൊക്കെ നമ്മള് അതിനോട് ഒട്ടി നിന്ന് കഴിഞ്ഞാൽ, കളത്രവും സുഖമാണ്, പുത്രനും സുഖമാണ്, അത് സുഖമാണെന്ന് കരുതി അതിലൊട്ടാതിരുന്നു കഴിഞ്ഞാൽ, ഒട്ടിക്കഴിഞ്ഞാൽ അത് ദുഃഖമേണം നമുക്ക് തരുള്ളൂ. ഇപ്പോ ജോലി കിട്ടി, ഒരു നല്ല ജോലി കിട്ടി കഴിഞ്ഞാൽ ഒരു മാസം ഒരു 5 ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്ന ജോലി കിട്ടി കഴിഞ്ഞാൽ പരമസുഖമായി. ഈ 5 ലക്ഷം റുപ്യ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ രാവ് പകലില്ലാണ്ട് നമുക്ക് ഓടേണ്ടി വരും. അപ്പോ എന്നാണ് ശനിയാഴ്ച വരിക, എന്നാണ് ഞായറാഴ്ച വരിക? രാവിലെ എണീക്കാൻ തന്നെ നമുക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. ഏറ്റവും സുന്ദരം പ്രഭാതമാണ്. പക്ഷെ നമുക്ക് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള പ്രഭാതം അല്ലെങ്കിൽ ശനിയാഴ്ച വരെയുള്ള പ്രഭാതം എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഞായറാഴ്ച ഒരിക്കലും ഉണരാതെ പ്രഭാതം കാണാതെ കിടക്കും. അതാണ് ചെയ്യുക. അപ്പൊ എന്താണ്? എന്ത് സുഖവും ഒരു ട്രാപ്പാണ്. ആ ട്രാപ്പ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ക്ഷണികമാണ്, നശ്വരമാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് വേണം. കാരണം നമ്മള് ഈ ലോകചക്രത്തിൽ വന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഏതു സർവാണി കർമാണി മൈ സന്യസ മത്പര അനന്യേനേവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാമഹം സമുദ്ധർത്താം മൃത്യു സംസാര സാഗരാത് ഭവാവിന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. ഇവിടെ എന്താണ് പറയുന്നത്? ഏതു സർവാണി കർമാണി മൈ സംന്യസ മത്പര. ആരാണോ എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചിട്ട് പരമമായ പരമപ്രാപ്തി, എന്താണ് പരമപദത്തെ പ്രാപിക്കുക എന്നുള്ളത് ലക്ഷ്യമാക്കിയിട്ട് അനന്യേനൈവ യോഗേന, മറ്റൊന്നിലും മനസ്സ് പോകാതെ എന്താണ് മാം ധ്യായന്ത ഉപാസതേ, എന്നെ തന്നെ ധ്യാനിച്ച് ഉപാസിക്കുന്നത്, അവരെന്താണ് ചെയ്യുന്നത്? തേഷാം അഹം സമുദ്ധർത്ത, അവരെ ഞാൻ സമ്യക്കായിട്ട് ഉദ്ധരിക്കും, ജനന മരണ ചക്രങ്ങളിൽ നിന്ന് ഉദ്ധരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഈ ശ്ലോകത്തിൽ. അപ്പൊ അത് തന്നെയാണ് അവിടെ കൃഷ്ണൻ എന്ന് പറയുന്നു, ഇവിടെ ദേവി എന്ന് പറയുന്നു. അപ്പൊ ആരാണോ എന്നെ വിശ്വസിച്ച് എന്നിൽ എല്ലാം സമർപ്പിച്ച് എനിക്ക് ആ പരമപദം എനിക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് എന്നിൽ ആശ്രയിക്കുന്നുവോ അവരെ ഞാൻ എന്ത് ചെയ്യും? സമുദ്ധർത്ത, സമ്യക്കായിട്ട് വളരെ നന്നായിട്ട് തന്നെ അവരെ ഈ പങ്കത്തിൽ നിന്നും
ഉദ്ധരിച്ച് അവരെ കൊണ്ടുപോകും കൈവല്യപദത്തിലേക്ക് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന അതേ സന്ദേശമാണ് ഇവിടെ ഈ സംസാര നിർബന്ധ സമുദ്ധരണ പണ്ഡിത എന്നുള്ള നാമത്തിന് വരുന്നത്. അപ്പോ സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും വീണ്ടും ഇങ്ങനെ ജനിച്ച് മരിച്ച് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ബാധിക്കാണ്ടിരിക്കണമെങ്കിൽ ജന്മമരണ ചക്രത്തിൽ നിന്നും മോക്ഷം ലഭിക്കണം. അതിന് ദേവിയെ പ്രാർത്ഥിക്കണം. ആ ദേവിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് 881 നാമത്തിലേക്ക് പോവാം. യജ്ഞപ്രിയ. യജ്ഞപ്രിയ. ഇവിടെ യജ്ഞപ്രിയ എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങൾ പ്രിയമായവൾ. അപ്പൊ എന്താണ് യജ്ഞങ്ങള്? യജ്ഞം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ലോകത്തില് ഇത് തന്നെ നമുക്ക് യജ്ഞം എന്നുള്ളത് ധർമ്മം എന്ന് പറയുമ്പോഴും വരും. ഈ ലോകത്തില് നിയമാനുസൃതമായിട്ട് നടക്കുന്ന എല്ലാ സൽപ്രവർത്തികളെ യജ്ഞങ്ങൾ എന്ന് പറയും. നിയമശാസ്ത്രങ്ങൾ അനുസരിച്ച് ഈ ലോകത്തിൽ നടത്തേണ്ട സൽപ്രവൃത്തി അത് നടന്നാലാണ് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ഈ ലോകം ചരിക്കും. സനാതന ധർമ്മം പറഞ്ഞു തരുന്നത്, വേദങ്ങളായിട്ട് തന്നെ ആ ബ്രഹ്മം നമുക്ക് ഉപദേശിച്ചു തരുന്നത് എന്താണ്? 5 പ്രകാരമുള്ള യജ്ഞങ്ങൾ പറയുന്നുണ്ട്. ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, മനുഷ്യയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം. ഈ 5 യജ്ഞങ്ങളും ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് വന്ന് ചെയ്യേണ്ടതല്ല, അല്ലെങ്കിൽ ദേവന്മാര്. ഇതൊക്കെ ഇതൊക്കെ ആർക്കാണ്? മനുഷ്യന് മാത്രം ബാധകമായിട്ടുള്ളതാണ്. കാരണം മനുഷ്യന് മറ്റൊരു ജീവികൾക്കും ഇതിനൊന്നും ആവശ്യമില്ല. കാരണം അവര് സംസാര ചക്രത്തിൽ എന്താണോ എന്ത് നിയമങ്ങളാണോ അവർക്ക് പറഞ്ഞിട്ടുള്ളത് അതിനെ ഒന്നും ഭേദിക്കില്ല മറ്റൊരു ജീവികളും. കാരണം അവർക്ക് വിവേചന ബുദ്ധിയില്ല. അതേസമയത്ത് മനുഷ്യന് വിവേചന ബുദ്ധിയുണ്ട്. വിവേചന ബുദ്ധിയുള്ളപ്പോൾ മനുഷ്യൻ സ്വതന്ത്രനായി മാറും. മറ്റുള്ളവരൊന്നും സ്വതന്ത്രരല്ല. അവര് ചൂടിനെയും തണുപ്പിനെയും വിശപ്പിനെയും അതുപോലെ തന്നെ സന്താനോത്പാദനത്തിന് വേണ്ടിയുള്ള കാമത്തിനെയും മാത്രം ആശ്രയിച്ച് ആ ദൈവം കൊടുത്തിരിക്കുന്ന ആ ചക്രത്തിൽ മാത്രം ജീവിക്കുന്നവരാണ്. അതിന്റെ പുറത്ത് ഇപ്പൊ വയറ് നിറഞ്ഞ ഒരു സിംഹത്തിന്റെ അടുത്ത് കൂടെ ഒരു മാൻ പോയി കഴിഞ്ഞാൽ അത് അവിടെ കിടന്നുറങ്ങുകയുള്ളൂ. അത് ചാടിപ്പിടിച്ച് അതിനെ കൊല്ലാൻ പറ്റില്ല. അപ്പോ അത് കൃത്യതയാണത്. അപ്പൊ മനുഷ്യനാണെങ്കിലോ എത്ര വയറ് നിറഞ്ഞാലും നാളെ കിട്ടിയില്ലെങ്കിലോ അപ്പൊ അതിനെ പിടിച്ചിട്ട് കൊന്ന് വീണ്ടും അവിടെ ഇടും. നാളെ അതിന്റെ ആവശ്യം വന്നില്ല എന്ന് ചീഞ്ഞ് നാറിപ്പോയി വരും. അതാണ് നമ്മളുടെ. ഇപ്പൊ എന്ത് സംഭവിക്കും? നമ്മളുടെ കർമ്മം, ആ കർമ്മത്തിന്റെ പാത തെറ്റായി മാറും. ഈ സ്വതന്ത്ര ചിന്താഗതി വരുന്നത് കൊണ്ട് നമ്മൾ തെറ്റായ രീതിയിൽ പോകും. അപ്പോ ഇതിന്നൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ ബ്രഹ്മയജ്ഞം ഇതൊക്കെ വേദങ്ങള് ഉപദേശിച്ചു തരുന്നതാണ്. വേദങ്ങളും ഉപനിഷത്തുകളും ശ്രുതികളും സ്മൃതികളും തരുന്നതാണ് നമുക്ക്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ശാസ്ത്രങ്ങൾ ഇതെല്ലാമാണ്. ഈ ശാസ്ത്രങ്ങളാണ് നമുക്ക് ഉപദേശിച്ചു തരുന്നത്. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ സ്വാധ്യായം. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്നത് ബ്രഹ്മയജ്ഞമാണ്. ശരിയായ രീതിയിൽ നമ്മളുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഈ ശാസ്ത്രങ്ങളും ഒക്കെ പഠിക്കുക. ആ പഠിച്ചത് നമ്മള് എല്ലാവരിലും എത്തിക്കുക. അതുപോലെ തന്നെ കീർത്തിക്കുക ഭഗവാനെ. അതുപോലെ ശ്ലോകങ്ങൾ രചിക്കുക, അത് ചൊല്ലുക. ഇതൊക്കെ സ്വാധ്യായമാണ്. അപ്പോ യാഗങ്ങളില് മന്ത്രങ്ങള് ചെയ്യുക, ഇതൊക്കെ സ്വാധ്യായമാണ്. എന്തെല്ലാം അർച്ചനകള് ഈ നമ്മൾ ചെയ്യുന്നുവോ മന്ത്രങ്ങളെ കൊണ്ട്, അതെല്ലാം സ്വാധ്യായമാണ്. ഇനി രണ്ടാമത് ദേവയജ്ഞം എന്ന് പറയും. അതാണ് ബ്രഹ്മയജ്ഞം. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ ശരിക്കും ഹോമാദി കർമ്മങ്ങളാണ്. നമ്മള് ഹവിസ് കൂട്ടിയിട്ട് യജ്ഞം ചെയ്ത് ദേവയജ്ഞം ചെയ്ത് ദേവന്മാരെയൊക്കെ പ്രീതിപ്പെടുത്തുന്ന കർമ്മമാണ് ദേവയജ്ഞം. ഇപ്പൊ വരുണനെ പ്രീതിപ്പെടുത്തുന്നു, ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നു. അതിനനുസരിച്ച് നമുക്ക് മഴ കിട്ടണം, വായു വേണം, ജലം നിർമ്മലമാവണം. അതിനെ ഓരോരുത്തരെയും പ്രീതിപ്പെടുത്തുന്ന യജ്ഞങ്ങളുണ്ട്. ഇനി മനുഷ്യയജ്ഞം എന്ന് പറഞ്ഞാലോ അടുത്തത് മൂന്നാമത്തെ യജ്ഞം മനുഷ്യയജ്ഞമാണ്. മനുഷ്യയജ്ഞം എന്ന് പറഞ്ഞാൽ അതിഥി പൂജ. അതിഥി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴികെയുള്ള, ഞാൻ എന്റേത് എന്നൊഴികെയുള്ള എല്ലാവരും അതിഥികളാണ്. അതിഥികൾ ഈസ് നോട്ട് ലിമിറ്റഡ് ടു ഹ്യൂമൻ ബീങ്സ്. ഈ ബ്രഹ്മാണ്ടത്തിലെ സകല ചരാചരങ്ങളും, നദികളും മലകളും പുഴകളും പർവ്വതങ്ങളും ഇവിടെയുള്ള എല്ലാ ജന്തു മൃഗാദികളും സസ്യങ്ങളും ഒക്കെ നമ്മൾക്ക് അതിഥികളാണ്. അവരെ നമ്മൾ അതിഥികൾ എന്ന പോലെ പൂജിക്കണം, അവരെ ശുശ്രൂഷിക്കണം, സംരക്ഷിക്കണം. എങ്കിൽ മാത്രമേയാണ് പഞ്ചതത്വങ്ങളുള്ള ഈ ബ്രഹ്മാണ്ടത്തിലെ 5 തത്വങ്ങളും പൃഥ്വി അപ്പ് തേജോ വായു ആകാശം, ഈ 5 തത്വങ്ങളും ശുദ്ധമായി ഇരിക്കണമെങ്കിൽ ഇവരെ നശിപ്പിക്കുന്നത് ആരേ ഉള്ളൂ? ആകെ മനുഷ്യൻ. മറ്റാരും ഇവരെ നശിപ്പിക്കില്ല. ഇവരെ നശിപ്പിക്കുന്ന ഈ മനുഷ്യൻ എന്ത് ചെയ്യണം? അതിഥികളായിട്ട് കരുതിയിട്ട് ഇവരെയൊക്കെ പൂജിക്കണം. അതാണ് മനുഷ്യയജ്ഞം. ഇപ്പൊ സത്കർമ്മങ്ങൾ മുഴുവൻ അതിൽ വരും. സത്കർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്തു കൊടുക്കുന്നതല്ല,
എല്ലാ സത്കർമ്മങ്ങളും. ഇതെല്ലാം ശാസ്ത്രങ്ങള് വിവരിച്ചു തന്നിട്ടുണ്ട് എന്താണ് മനുഷ്യന്റെ കടമ എന്ന്. ഇനി പിതൃയജ്ഞം, പിതൃബലി, നമ്മളുടെ പിതൃക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബലിയിടല്, പിതൃയജ്ഞം. ഇനി അടുത്ത അവസാനത്താണ് ഭൂതയജ്ഞം, ഭൂതബലി എന്ന് പറയും, ഭൂതഗണങ്ങൾക്കായിട്ടുള്ള ഭൂതബലി. അപ്പൊ ഇങ്ങനെ ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, മനുഷ്യയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, ഇങ്ങനെ 5 യജ്ഞങ്ങളുണ്ട്. ഈ 5 യജ്ഞങ്ങളും ചെയ്യുന്ന ആ ആളുകളെയൊക്കെ അതിപ്രീതിയാണ് ദേവിക്ക്. അതുകൊണ്ട് ദേവി യജ്ഞങ്ങൾ ചെയ്യുന്നവരില് യജ്ഞപ്രിയയാണ്. ഈ യജ്ഞങ്ങളൊക്കെ ദേവിക്ക് പ്രിയമാണ്. ഇപ്പൊ യജ്ഞങ്ങൾ തന്നെത്താനൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ. യജ്ഞങ്ങൾ ആരെങ്കിലും ചെയ്യണം. ആരാണ് ചെയ്യുന്നത്? മനുഷ്യനാണ് ചെയ്യുന്നത്. മനുഷ്യൻ ആരാണ് പണ്ടൊക്കെ ചെയ്തിരുന്നതെല്ലാം? മനീഷികളായിട്ടുള്ള നമ്മളുടെ ഋഷിമുനിമാര്, സന്തുക്കള്, ഇവരൊക്കെയാണ് ചെയ്തിരുന്നത്. അതേ കർത്തവ്യം ഇപ്പൊ നമ്മൾ അധിഷ്ഠിതമായതാണ്. ഇപ്പൊ നമ്മളും ഇത് ചെയ്യണം, ഈ യജ്ഞങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ ദേവിയിൽ നമ്മളിലും പ്രീതി ഉണ്ടാവും. അതുകൊണ്ട് ദേവി യജ്ഞപ്രിയ എന്ന് പറയുന്നു. അപ്പോ എന്ത് സത്കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നുവോ അതെല്ലാം നമ്മളുടെ ധനവും ധാന്യവും നമ്മുടെ മാത്രമല്ല, ഇത് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് കരുതി നമ്മളുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ഭാഗം അതിന് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണം. ഇതൊക്കെയും എന്താണ്? അതിഥി പൂജയാണ്, അല്ലെങ്കിൽ യജ്ഞമാണ്. അങ്ങനെയുള്ള എല്ലാ യജ്ഞങ്ങൾക്കും, അല്ലാണ്ട് പിന്നെ അതിരാത്രം ചെയ്തു അല്ലെങ്കിൽ ആ യജ്ഞം ചെയ്തു, അതല്ല യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെല്ലാം കൂടിയിട്ടുള്ള 5 യജ്ഞങ്ങളാണ് മനുഷ്യന് ചെയ്യേണ്ടത് ശാസ്ത്രവിധി പ്രകാരം. അതുകൊണ്ട് അതിൽ പ്രീതിയായിട്ടുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം യജ്ഞപ്രിയ. ഓം യജ്ഞപ്രിയായേ നമ. ഇപ്പൊ പഞ്ചയജ്ഞങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഏതൊരു ഗൃഹസ്ഥനും ഈ പഞ്ചമയജ്ഞങ്ങള് അനുഷ്ഠിക്കണമെന്ന് ശ്രുതികൾ പറയുന്നുണ്ട്. ആ ശ്രുതികൾ എന്ന് പറയുന്ന ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ യജ്ഞങ്ങളൊക്കെ എല്ലാവരും ചെയ്യാം എന്ന് നമുക്കും മനസ്സില് സങ്കല്പം എടുക്കാം. എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാം. യജ്ഞപ്രിയായേ നമ. ഇനി യജ്ഞം, ഈ പ്രപഞ്ചത്തിന്റെ നടത്തിപ്പ് തന്നെ യജ്ഞമാണ്. മറ്റു രീതിയിൽ ദേവിയുടെ യജ്ഞം നോക്കും. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ, ചന്ദ്രൻ, ദിനം, രാത്രി, ഋതുക്കള് എല്ലാം കൃത്യമായിട്ട് നടക്കും. ഒന്നും മാറുന്നില്ല. ഈ ബ്രഹ്മാണ്ടത്തിൽ അനേക കോടി ഗോളങ്ങളൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും മാറ്റം വരുന്നില്ല. പ്രിസൈസ്ലി ഇതെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്ത അത് തന്നെ ഒരു യജ്ഞമാണ്. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ നടത്തിപ്പ് തന്നെ ഒരു യജ്ഞമാണ്. ആ നടത്തിപ്പുകാരി ആരാണ്? അതിനെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും ദേവി തന്നെയാണ്. അതുകൊണ്ടും ആ യജ്ഞം ചെയ്യുന്നതിൽ ദേവിക്ക് വളരെ പ്രീതിയാണ്. ദേവിക്ക് ഈ പ്രപഞ്ചത്തിനെ ഇങ്ങനെ ശരി, അതിന്റെ ആ പ്രളയകാലം വരുമ്പോ സംഹരിക്കുന്നതൊഴികെയുള്ള എല്ലാ സമയത്തും അതിനെ ശരിക്കും പരിപാലിച്ചുകൊണ്ട് ഋതുക്കളൊക്കെ സമയത്തിന് വന്ന്, അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഒക്കെ ശരിയായ സമയത്ത് വന്ന് അതിനെ യജ്ഞം പോലെ അതിനെ പരിപാലിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി യജ്ഞപ്രിയ എന്ന് പറയും. ഇനി 882 നാമം യജ്ഞകർത്രി. എളുപ്പമാണ്. യജ്ഞം എന്താണെന്ന് കണ്ടു നമ്മള്. യജ്ഞങ്ങളെ കർത്രി എന്ന് പറഞ്ഞാൽ കർത്തൃത്വമുള്ളവളാണ്. യജ്ഞവും ദേവിയാണ്, യജ്ഞത്തിന്റെ കർത്തൃത്വവും ദേവിക്കാണ്. അപ്പൊ ദേവി യജ്ഞങ്ങളെ ചെയ്യുന്നവളാണ് ദേവി. ഇപ്പൊ നമ്മൾ കണ്ടു, ബ്രഹ്മാണ്ടത്തെ തിരിക്കുന്നതും സൂര്യചന്ദ്രന്മാരൊക്കെ കൊണ്ടുവരുന്നതും എല്ലാം ദേവിയാണ്. അതുകൊണ്ട് ദേവി യജ്ഞം എല്ലാം ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ടും ദേവി യജ്ഞകർത്രി എന്ന് പറയുന്നു. ഇനി യാഗങ്ങളും ഹോമങ്ങളും നടത്താൻ യോഗികള്, മുനിമാര്, സജ്ജനങ്ങള്, ഇവരെയൊക്കെ സഹായിക്കുന്നത് ആരാണ്? ദേവിയാണ്. ദേവി തന്നെയാണ് ഉള്ളിൽ നിന്നും അവർക്ക് ഇങ്ങനെ ഒരു പ്രചോദനം കൊടുക്കുന്നത്. അതുകൊണ്ട് ദേവി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ദേവി യജ്ഞകർത്രി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോ യജ്ഞങ്ങൾ ചെയ്യുന്നവളാണ്, യജ്ഞങ്ങൾ ചെയ്യിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ യജ്ഞകർത്രി എന്ന് പറയും. എളുപ്പമുള്ള നാമമാണ്. ഇനി 883 നാമം യജമാന സ്വരൂപിണി. യജ്ഞങ്ങൾ ചെയ്യണമെങ്കിൽ ആര് വേണം? ദീക്ഷ എടുത്തിട്ട് യാഗം നടത്തിക്കുന്ന ആളാണ് യജമാനൻ. ശരിയായിട്ട് എന്ത് യാഗം നടക്കുകയാണെങ്കിലും ആ യാഗം നടക്കുന്നത്, ഒരു യജ്ഞം നടക്കുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ ദീക്ഷ എടുത്തിട്ട് അതിനെ നടത്തിക്കുന്ന ആളാണ് യജമാനൻ. ഒരു സങ്കല്പം എടുത്തിട്ട് ആ യജമാനൻ ആരാണ്? ശരിക്കും ദേവി തന്നെയാണ് ആ യജമാനായിട്ട് വരുന്നത്. ഏത് ഇപ്പൊ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണെങ്കിലും അവിടെ
ദേവിയാണ് അല്ലെങ്കിൽ കൃഷ്ണനാണ് അവിടെ ഇരിക്കുന്നത്. ആ യജമാനനെ അത് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആചാര്യനെ അതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ഈ ദേവി തന്നെയാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ തന്നെയാണ്, വിഷ്ണു തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന ദേവി യജമാന സ്വരൂപിണി. ആ യജമാനന്റെ സ്വരൂപം തന്നെ ദേവിയാണ്. ശരിക്കും എല്ലാ യജ്ഞങ്ങൾക്കും കാരണഭൂത ദേവിയാണ്. ദേവി തന്നെയാണ് എല്ലാ യജ്ഞങ്ങളുടെയും യജമാന. അതുകൊണ്ട് ഈ ദേവി യജമാന സ്വരൂപിണി എന്ന് പറയുന്നത്. ഇനി എല്ലാ യജ്ഞങ്ങൾക്കും ശരിക്കും പരമശിവനാണ് യജമാനൻ എന്നുള്ള സങ്കല്പമുണ്ട്. അപ്പോ പരമശിവന്റെ പത്നിയാണ് ദേവി. അതുകൊണ്ട് ദേവി എന്താണ്? യജമാന സ്വരൂപിണിയാണ്. യജമാനന്റെ പത്നി യജമാന സ്വരൂപിണി. അപ്പോ ശരിക്കും ദേവി, അപ്പൊ ഈ മൂന്ന് നാമങ്ങളും ഒരുപോലെയാണ് നമ്മൾ പറയുന്നത്. യജ്ഞപ്രിയ, അത് കഴിഞ്ഞാൽ യജ്ഞകർത്തി, യജമാന സ്വരൂപിണി. ഇതോടുകൂടിയിട്ട് 164 ശ്ലോകം അവസാനിക്കുകയാണ്. 165 ശ്ലോകത്തിലേക്ക് പോകാം നമുക്ക്. ധർമാധാരാ ധനാധ്യക്ഷ ധനധാന്യ വിവർത്തിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി. ധർമാധാരാ ധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി. അപ്പൊ ഇവിടെ 884 മുതൽ 889 വരെ 6 നാമങ്ങളാണുള്ളത്. ഓരോ നാമങ്ങളായിട്ട് നമുക്ക് നോക്കാം. ധർമാധാര. ധർമാധാര, സകല ധർമ്മങ്ങൾക്കും ആധാരമായവൾ. വീണ്ടും യജ്ഞം എന്താണെന്ന് കണ്ടതുപോലെ ധർമ്മം എന്താണെന്ന് കാണും. ധർമ്മം എന്നാൽ പുരുഷാർത്ഥത്തിലെ ആദ്യത്തേതാണ് ധർമ്മം എന്ന് നമ്മൾ കണ്ടു അല്ലെ? ധർമ്മം, അർത്ഥം, കാമം, മനുഷ്യൻ ചെയ്യേണ്ട 3 കാര്യങ്ങളിൽ ആദ്യത്തേതാണ് ധർമ്മം. ശരിക്കും ധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശാസ്ത്രങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്ന പദ്ധതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതചര്യയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോ ഈ ലോകത്തിന്റെ നിയമാനുസൃതമായ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള സദാചാര നിയമങ്ങൾ. സദാചാര നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സദാചാര പോലീസ് ഇങ്ങനെയല്ല പറയുന്നത്. എന്ത് നമ്മൾ നേരത്തെ കണ്ടു യജ്ഞം എന്താണെന്ന്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, ആ ജീവിത പദ്ധതി, അതാണ് ധർമ്മം. ഇപ്പൊ ധർമ്മമില്ലെങ്കിൽ അധർമ്മമാണ് എല്ലായിടത്തും. ലങ്കയില് ധർമ്മമില്ല, പറയും ലങ്കയിലെ പോലെ ധർമ്മമില്ലാത്ത, ധർമ്മമുള്ള ഒരു സ്ഥലമില്ല എന്നൊക്കെ പിന്നെ എന്താ പറയാ, ലങ്കയില് ഹനുമാൻ ചെല്ലുമ്പോ പറയുന്നുണ്ട് ഇവിടെ ധർമ്മം. പക്ഷെ അവിടെ ധർമ്മം ഇല്ല എന്നുള്ളത് സത്യമാണ്. അധർമ്മിയാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോ ധർമ്മമില്ലെങ്കിൽ എല്ലാം അധർമ്മമായി മാറും. ശരിക്കും ശാസ്ത്രങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള ആ ജീവിതചര്യയാണ് ധർമ്മം. അത് ആരൊക്കെയാണ് ഈ ധർമ്മം പറഞ്ഞു തന്നിരിക്കുന്നത് നമുക്ക്? നമ്മുടെ ശ്രുതികള്, നമ്മുടെ സ്മൃതികള്, വേദങ്ങള്, അത് കഴിഞ്ഞാൽ ആചാര്യവചനങ്ങള്, മുനികളും അത് അവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കാല ഉചിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ശാസ്ത്ര സത്യങ്ങളായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. ഇവയിൽ പ്രതിപാദിക്കുന്നത് എന്താണ്? ലോകം എങ്ങനെ പരിപാലിക്കണം മനുഷ്യൻ എന്നാണ്. ലോകം മനുഷ്യനാണ് പരിപാലിക്കുന്നത്. ഈ ലോകത്തെ നശിപ്പിക്കാൻ, ആ പ്രളയത്തിലുള്ള നാശമല്ലാതെ അതിനെ നശിപ്പിക്കാൻ, അതിന്റെ ബാലൻസ് തെറ്റിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. അതില്ലാതിരിക്കാൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ധർമ്മം. അതുകൊണ്ടാണ് ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ആരാണോ ധർമ്മത്തെ രക്ഷിക്കുന്നത് അവരെ ധർമ്മം രക്ഷിക്കുമെന്നുള്ളതാണ്. അപ്പൊ ധർമ്മത്തെ രക്ഷിച്ചില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അവിടെ. ധർമ്മത്തെ രക്ഷിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ ധർമ്മം തന്നെ രക്ഷിച്ചുകൊള്ളുന്നതാണ്. അപ്പോ അങ്ങനെയുള്ള ധർമ്മത്തിന് ആധാരയാണ് ദേവി. അതുകൊണ്ട് ദേവി ധർമാധാര എന്നുള്ള, നേരത്തെ നമ്മൾ കണ്ടു, ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ഏക ജീവി മനുഷ്യനാണ്. മനുഷ്യൻ മാത്രമേയാണ് ഇതിനെയൊക്കെ സ്വതന്ത്ര ചിന്താഗതി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ? താന്തോന്നിത്തം. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ തനിക്ക് തോന്നിയത് ചെയ്യാം. തനിക്ക് തോന്നിയത് ധർമ്മത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ ധർമ്മിയായി, അല്ലെങ്കിൽ താൻ തോന്നി എന്നുള്ള വേർഡ് അധർമ്മിയാണ് അയാളെന്നാണ്. ശരിക്കും അങ്ങനെ പറയുന്നില്ല. താൻ തോന്നി എന്ന് പറഞ്ഞാല് തനിക്ക് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതേ തോന്നാൻ പാടുള്ളൂ. അപ്പൊ നമ്മള് താൻ തോന്നിയാവില്ല, അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള താൻ തോന്നിയാവില്ല. അപ്പൊ മനുഷ്യൻ മാത്രമാണ്, മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അവനെ സൽക്കർമ്മത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന വഴികാട്ടികളാണ് ഈ ധർമ്മം. ശാസ്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ധർമ്മങ്ങള് അത് പരിപാലിക്കുന്നു. അത് എല്ലാറ്റിനും ആധാരം ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി ധർമാധാര എന്നുള്ള
നാമത്തിൽ അറിയണം. ഇനി 885 നാമം ധനാധ്യക്ഷ. ധനാധ്യക്ഷ, ധനത്തിന് അധ്യക്ഷയായവൾ. അപ്പൊ നമുക്കറിയാം, ആദ്യത്തെ വന്ദന ശ്ലോകത്തിൽ തന്നെ ആ, 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 സൗമ്യാം രത്നഘടസ്ഥ രക്തചരണാം. ആ രത്നഘടത്തിൽ എന്താണുള്ളത്? രത്നങ്ങളാണ്. കുബേരന്റെ നിധി തന്നെയാണ് ദേവി കാൽക്കൽ വെച്ചിരിക്കുന്നത്. അപ്പൊ കുബേരൻ എന്ന് പറഞ്ഞ ആരാണ്? ദേവിയുടെ ദാസനാണ്. ഇനി നമ്മൾ കണ്ടു 12 ദേവി ഉപാസനാ മാർഗങ്ങളിലെ ദേവി തന്റെ ഉപാസനാ മാർഗങ്ങളിലെ 12 പേർക്ക് വീതിച്ചു കൊടുത്തതില് ഒരാള് കുബേരനാണ്. അതിനകത്ത് നമ്മള് മനുവിനെ കണ്ടു, ചന്ദ്രനെ കണ്ടു, കാമദേവനെ കണ്ടു, ഓരോരുത്തരെയും നമ്മൾ കണ്ടതാണ് ഇതിനകത്ത്. അതുപോലെ തന്നെ ലോപാമുദ്രയെ കണ്ടു, അഗസ്ത്യനെ കണ്ടു, ഇവരെയൊക്കെ നമ്മൾ കണ്ടതാണ്. അതില് ഒരാളാണ് കാമൻ. അപ്പോ ആ കാമൻ കുബേരൻ, കുബേരൻ പോലും ദേവിയുടെ അധീനതയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോ ധനത്തിന് അധ്യക്ഷയാണ് ദേവി, സ്വാമിനിയാണ് ദേവി. എല്ലാ ധനങ്ങൾക്കും ധനാധ്യക്ഷയാണ് ദേവി, ഐശ്വര്യ ദേവതയാണ് ദേവി. ധനത്തിന് അധിപനായിട്ടുള്ള കുബേരൻ പോലും ദേവിയെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഓരോരുത്തർക്കും അവനവന് അർഹമായിട്ടുള്ള അർത്ഥം കൊടുക്കുന്നത്, ധനം കൊടുക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവി ധനാധ്യക്ഷ എന്ന് പറയുന്നു. അപ്പൊ ദേവി എന്താണ്? ധനത്തിന് അധ്യക്ഷയായവൾ. അധ്യക്ഷ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വാമിനി എന്നാണ് അർത്ഥം. എല്ലാം തന്റെ കൺട്രോളിലാണ് ഈ എല്ലാ ധനങ്ങളും. എല്ലാ ധനങ്ങളും നമ്മളുടെ അടുത്തുള്ളപ്പോ വിചാരിക്കുക ഇതൊന്നും നമ്മുടെയല്ല, ഇതൊക്കെ ആ ദേവിയുടെയാണ് എന്നുള്ള, ത്രിപുരസുന്ദരിയായിട്ടുള്ള ദേവിയുടെയാണെന്ന് വിചാരിക്കുക. ഓം ധനാധ്യക്ഷായേ നമ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ധനത്തെ എപ്പോഴും ഓർക്കേണ്ടത്. ദേവി സ്വരൂപമാണ്. 886 നാമം ധനധാന്യ വിവർത്തിനി. വീണ്ടും അത് തന്നെയാണ്. ധനത്തെയും ധാന്യത്തെയും വിശേഷേണ വർദ്ധിപ്പിക്കുന്നവൾ. വിവർധിനി എന്ന് പറഞ്ഞാൽ വിശേഷേണ വർദ്ധിപ്പിക്കുന്നവൾ. ധനത്തെയും ധാന്യത്തെയും, ധനധാന്യ വിവർത്തിനി. ഇപ്പോ നോക്കൂ, കൃഷി ഇറക്കുന്ന കർഷകൻ, നല്ല വിളവ് കിട്ടിയാലാണ് കർഷകന് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. കർഷകന് മാത്രമല്ല, ലോകത്തുള്ളവർക്ക് മുഴുവൻ ഭക്ഷിക്കാൻ ആരെങ്കിലും കൃഷി ചെയ്തിട്ടല്ലേ കിട്ടുന്നത്. അത്ഭുതം തോന്നില്ലേ നമുക്ക്? ഇത്ര മുളക് ആരാണ് ഉണ്ടാക്കുന്നതെന്ന്, ഇത്ര മഞ്ഞൾ ആരാണ് കൃഷി ചെയ്യുന്നത്, ഈ കണ്ട ജനങ്ങൾക്ക് മുഴുവൻ ഭക്ഷിക്കാൻ. ഇത്ര ഒരു കടുക് പാടം കാണണമെങ്കിൽ പഞ്ചാബിൽ പോകണം, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ പോകണം. ആരാണ് ഉണ്ടാക്കുന്നത്? നെല്ല് വയലെന്നുള്ള കേരളത്തിൽ ഇല്ല. എന്നാലും നമുക്ക് 3 നേരം അരിഭക്ഷണം വേണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്കും വൈകുന്നേരത്തും. എവിടെ ഉണ്ടാക്കുന്നത്? അപ്പോ ഈ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതും കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, ജീരകം എന്ന് നോക്കിയാലും കിട്ടും. ഒരു സീസണിൽ മാത്രം ഉണ്ടാവുന്ന ഗുജറാത്തിലെ മേസാന ജില്ലയിലാണ് ഇന്ത്യയിലത്തെ ഏറ്റവും കൂടുതൽ ജീരകം ഉണ്ടാക്കുന്നത്. ആ ജീരകം ഉണ്ടാക്കുന്ന മാത്രം ഒരു ഡിസ്ട്രിക്റ്റിലെ കർഷകരാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ദേവിയുടെ കൃപ വേണം, എന്നാലാണ് വിളവുണ്ടാകുന്നത്. ഒന്ന്. ഇനി വ്യാപാരം ചെയ്യുന്നു. വ്യാപാരം ചെയ്താലേ നമുക്ക് വസ്തുക്കൾ കിട്ടുള്ളൂ. അവിടെ പിന്നെ എന്താ പറയാ, ബഡി സോമ്പ് എന്ന് പറഞ്ഞാൽ പെരിഞ്ചീരകവും ജീരകവും മെസാനയിൽ ഉണ്ടാവും. അത് അവിടുന്ന് വെട്ടിയെടുക്കണം. വെട്ടിയെടുത്തതിന് ശേഷം അത് വ്യാപാരികൾ അവിടുന്ന് ഹോൾസെയിലായി എടുക്കും. അതിനുശേഷം അവർ അത് ഇന്ത്യയിലേക്ക് പല സ്ഥലങ്ങളിൽ എത്തിക്കും. അവിടുന്ന് റീറ്റെയിൽ വ്യാപാരികൾ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ എത്തിക്കും. അങ്ങനെയല്ലേ? അപ്പോ ഇവർക്കൊക്കെ ഈ വ്യാപാരം നടക്കണമെങ്കിൽ ധനം വേണം. ഈ ധനം ഉണ്ടായാലാണ് എന്തെങ്കിലും ലാഭം അതിനകത്ത് കിട്ടണം. അപ്പൊ അല്ലെങ്കിൽ വ്യാപാരം, ഒരു കട തുറന്നു, ഒന്നും കച്ചവടമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോകും. അപ്പൊ അത് ധനം വേണമെങ്കിൽ ആര് വേണം? ദേവിയുടെ കൃപ വേണം. ഇനി ഇതൊക്കെ ഉണ്ടായിട്ട് ഐശ്വര്യം വേണമെങ്കിലോ? അപ്പോൾ ദേവിയുടെ കൃപ വേണം. അപ്പോ ദേവിയുടെ കൃപയാണ് ധനവും ധാന്യവുമായിട്ട് ഇങ്ങനെ വിശേഷണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ധനവും ധാന്യവും ദേവിയുടെ കൃപ തന്നെയാണ്. അത് മനസ്സിലാക്കുക. ധനവും ധാന്യവും ഉള്ളപ്പോ ദേവി നമുക്ക് തന്നിട്ടുള്ള ധനവും ധാന്യവും നമ്മള് ശരിയായ രീതിയിൽ അത് ധൂർത്താക്കാതെ ഉപയോഗിക്കണം. സത്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കണം. നമുക്ക് വേണ്ടി മാത്രമല്ല. കുറെ നമ്മൾ എടുത്തു വെക്കും, അത് കഴിഞ്ഞ് അതൊക്കെ എടുത്ത് വലിച്ചെറിയും. ഫ്രിഡ്ജിൽ കുറെ തള്ളിയിടും പച്ചക്കറി. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് അതൊന്നും വേണ്ട, അതൊന്നും വെക്കാനും സമയമില്ല. അത് കഴിഞ്ഞ് അതാ പണിക്കാരത്തിയോ പലരും വരും, അവർക്കൊന്നും നശിക്കുന്നത് വരെ എടുത്തു കൊടുക്കില്ല. നശിച്ചു കഴിഞ്ഞാൽ, ചീഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയോ 10 ദിവസം കഴിഞ്ഞ് എടുത്ത് വലിച്ചെറിയും. ധനധാന്യ വിവർദ്ധിനി. ഓർത്തുള്ള ദേവിയാണത്. ദേവിയാണ് ആ ധനവും ധാന്യവുമായിട്ട് നമ്മളിൽ ഇരിക്കുന്നത്. അർഹതപ്പെട്ടവർക്ക് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് കൊടുക്കണം. പിടിച്ചുകൊണ്ടിരിക്കരുത്, എന്നിട്ട് നശിപ്പിക്കരുത് അതിനെ. അപ്പോ ധൂർത്തടിക്കാതെ
സ്വന്തമാണെന്ന് അഭിമാനിക്കാതെ വിനിയോഗിക്കണം. അപ്പോഴാണ് അത് ദേവിയുടെ പ്രസാദമായി മാറുന്നത്. അങ്ങനെ പ്രസാദമാക്കി മാറ്റണം അതിനെ. അതുകൊണ്ട് ധനധാന്യ വിവർത്തിനി, ഒന്നും നമ്മളുടേതല്ല, എല്ലാം ദേവിയുടേതാണെന്നുള്ള ആ ഭാവം വേണം. അതാണ് ധനധാന്യ വിവർത്തിന്യേ നമ എന്ന് നാമത്തിൽ അറിയേണ്ടത്. ഇനി വിപ്രപ്രിയ. വിപ്രപ്രിയ, ഇനി വിപ്രൻ ആരാണ്? വിപ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ എന്ന് പൊതുവായിട്ടൊരു അർത്ഥമുണ്ട്. ശരിക്കും വിപ്രൻ എന്ന് പറഞ്ഞാൽ വിദ്യയും സംസ്കാരവും ഉള്ളവനെയാണ് വിപ്രൻ എന്ന് പറയുന്നത്. ജന്മം കൊണ്ട് ഒരാള് ബ്രാഹ്മണന്റെ മകനായാൽ ബ്രാഹ്മണനാണ് എന്ന് പറയാം. സംസ്കാരം കൊണ്ട് ഉപനയനം ചെയ്തു കഴിഞ്ഞാൽ ദ്വിജൻ എന്ന് പറയും. രണ്ടാമത്തെ ജന്മമാണത്. കൾച്ചേർഡായി, സംസ്കാരം കിട്ടി, വേദങ്ങൾ പഠിച്ചു, ഉപനയനം ചെയ്ത് വേദം ഓതുമ്പോഴാണ് ദ്വിജത്വം ഉണ്ടാകുന്നത്. ഇനിയോ വിദ്യ ആർജിച്ചു, അതിനുശേഷം എല്ലാ വിദ്യകളും കിട്ടി. അപ്പൊ ഉണ്ടാവുന്ന നമുക്ക് എന്താണ്? വിപ്രത്വം കിട്ടും. അപ്പോ വിദ്യ വേണം. എന്തിനാണ് വിപ്രൻ എന്ന് പറയുന്നത്? ശരിക്കും വിപ്രൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്നും നമുക്ക് ധാരാളം ആ വിദ്യ, ജ്ഞാനം വരുമ്പോഴാണ് വിപ്രനായി മാറുന്നത്. ജന്മനാ ബ്രാഹ്മണോ ജ്ഞേയ സംസ്കാരേർ ദ്വിജ ഉച്യതേ വിദ്യയായാതി വിപ്രത്വം ത്രിഭി ശ്രോത്രിയ ഉച്യതേ. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ബ്രഹ്മ വൈവർത്തത്തിൽ പറയുന്നതാണ്, ജന്മനാ ബ്രാഹ്മണൻ എന്ന് പറയാം, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം കിട്ടിയാലേ ശരിക്കും ബ്രാഹ്മണനാവുള്ളൂ. എന്നാലും ജനിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ എന്ന് പറയാം. സംസ്കാരം കിട്ടിക്കഴിഞ്ഞാൽ, ഉപനയനം കിട്ടിക്കഴിഞ്ഞാൽ ദ്വിജ ഉച്ചത എന്ന് പറയാം. വിദ്യയായ അതിവിപ്രത്വം എന്നാണ് പറയുന്നത്. വിദ്യ, ജ്ഞാനം കിട്ടണം, ധാരാളം ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാലാണ് വിപ്രനായി മാറുന്നത്. അതാണ് പ്രകൃതത്തില് വിദ്യാവാന്മാരായിട്ടുള്ള ജ്ഞാനികളെയാണ് വിപ്രൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവര് ദേവിക്ക് പ്രിയമാണ്, സംശയമില്ല. അങ്ങനെ ജ്ഞാനമുള്ള ആ വിപ്രന്മാര്, വിജ്ഞാനമുള്ള, മറ്റുള്ളവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന അവരെയാണ് ദേവിക്ക് ആവശ്യം. അതുകൊണ്ടാണ് ദേവി വിപ്രന്മാരിൽ പ്രിയമുള്ളവളാണ്. എന്ന് വെച്ചാൽ പ്രകൃത്യാ വിദ്യാവാന്മാരും ജ്ഞാനസമ്പന്നരുമായിട്ടുള്ള ആളുകൾ, അവരാണ് വിപ്രന്മാർ. അവരിൽ അതീവ പ്രീതിയുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവി വിപ്രപ്രിയ എന്ന് പറയും. ഇനി വിപ്രരൂപ, 888 നാമം. ഇപ്പോ വിപ്രരൂപ എന്ന് പറഞ്ഞാൽ മുൻ നാമത്തിൽ നമ്മൾ വിവരിച്ചു എന്ത്? വിപ്രൻ എന്താണെന്ന്. ആ വിദ്യയും ജ്ഞാനവുമുള്ള ആ വ്യക്തിത്വമാണ്, ആ അസുലഭമായിട്ടുള്ള വ്യക്തിത്വമാണ് ആര്? വിപ്രൻ. ആ വിപ്രന്റെ രൂപം ആരാണ്? ഒരാൾക്ക് വിദ്യയും ജ്ഞാനവും ഒക്കെ കിട്ടണമെങ്കിൽ ദേവി കൃപ തന്നെ വേണം. ദേവി തന്നെയാണ് ആ വിപ്രനായിട്ട് ഇരിക്കുന്നത്. അപ്പൊ പണ്ടത്തെ നമ്മുടെ ഋഷിമുനികളൊക്കെ ദേവിയുടെ തന്നെ അവതാരങ്ങളാണ്. അവരൊക്കെ വലിയ ഋഷിമുനികളൊക്കെ. കാരണം അവരുടെ ദേവിയുടെ കരുണയില്ലാത്ത, ആ ആത്മപ്രകാശം ഇല്ലാതെ അവർക്കൊന്നും ജ്ഞാനം കിട്ടില്ല. അതുകൊണ്ട് വിപ്രന്റെ രൂപമായിരിക്കുന്നതും ദേവി തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോ ശരിക്കും ഗംഗയിലെ പണ്ട് എപ്പോഴും ഗംഗയെ പറ്റിയുള്ള കഥകൾ പറയുമ്പോ പറയാറുണ്ട്, ഗംഗ പറഞ്ഞത്ര സ്വർഗത്തിൽ നിന്ന് ഞാനെന്തിനാ അവിടെ വരുന്നത്? മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ പാപങ്ങളും എന്നില് വന്നു കഴിഞ്ഞാൽ ഞാൻ പങ്കിലയായി തീരില്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത്രേ, ധാരാളം പുണ്യാത്മാക്കളാണ് ഭാരതവർഷത്തിലുടനീളമുള്ളത്. നീ സ്വർഗത്തിൽ ഒഴുകിക്കഴിഞ്ഞാൽ ഏത് പുണ്യാത്മാവാണ് നിന്നിൽ സ്നാനം ചെയ്യുന്നത്? നിന്റെ അല്ല, അതിൽ സ്നാനം ചെയ്യുന്നവരുടെ അല്ല. ഓരോ പ്രാവശ്യവും നീ പാപം മറ്റുള്ളവരെ എടുക്കുമ്പോൾ ആ പാപത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ ശക്തിയുള്ള പുണ്യാത്മാക്കളാണ് അവിടെ വന്നിട്ട് നിന്നിൽ തർപ്പണം ചെയ്ത് സ്നാനം ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് നീ പരിശുദ്ധയായി മാറും ഗംഗേ എന്നാണ് പറയുന്നതാണ്. അപ്പോ വിപ്രന്മാർ അത്രയും പരിശുദ്ധന്മാരാണ്, ജ്ഞാനസമ്പന്നരായിട്ടുള്ളവരാണ്. അവരിൽ ദേവി സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് വിപ്രരൂപ. ഇനി 889 നാമം ഈ ശ്ലോകത്തിലെ അവസാന നാമമാണ് വിശ്വഭ്രമണകാരിണി. ഇതുകൂടി പെട്ടെന്ന് നമുക്ക് നോക്കാം. വിശ്വങ്ങളുടെ ഭ്രമണത്തിന് കാരണമായ, നേരത്തെ നമ്മൾ കണ്ടു, ബ്രഹ്മാണ്ടങ്ങളൊക്കെ എടുത്ത് അമ്മാനമാടുകയാണ് ദേവി. വിശ്വങ്ങളുടെ ഭ്രമണത്തിന് കാരണമായവൾ. ഇനി ശരിക്കും നമ്മളുടെ തന്നെ ഈ ഭൗതികമായിട്ടുള്ള ദൃഷ്ടിയിൽ പറയുകയാണെങ്കിൽ ഈ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ദേവിയുടെ ഒരു നാമം തന്നെയാണ് അനേക കോടി ബ്രഹ്മാണ്ട ജനനി എന്നുള്ളത്. അപ്പോ ദേവി അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അപ്പോ അവിടെയൊക്കെ ഭ്രമണം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മള് ഒരു ചലനം മാത്രമല്ല, ഈ ബ്രഹ്മാണ്ടങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്, സംഹരിക്കുന്നുമുണ്ട്, വീണ്ടും സൃഷ്ടിക്കുന്നുണ്ട്, സംഹരിക്കുന്നുണ്ട്. അത് തന്നെ ഒരു ഭ്രമണമാണ്. അതല്ലാതെ ഇപ്പൊ നമ്മളെ ശാസ്ത്രം പറയുന്ന ഭ്രമണം എടുത്തു എന്ന് കരുതുക, ശരിക്കും ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ, ഇതിന്റെ മുന്നിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കറങ്ങാൻ, ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്നത്, ഇപ്പൊ നമ്മൾ അതിന്റെ
ഇക്വേറ്ററും ഭൂമധ്യരേഖയുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഒരു ഇവിടുന്ന് തുടങ്ങി ഭൂമിക്ക് ഗോളാവസ്ഥയാണ്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ വേഗം ആ ഭാഗം വേഗം എത്തും അച്ചുതണ്ടുന്നത്. അതായത് ഭൂമധ്യരേഖയുടെ അടുത്തുള്ള ഏറ്റവും വ്യാസം കൂടിയ ഭാഗമാണ്. അതാണ് ഒരു പ്രാവശ്യം എന്ന് പറയുന്നത്. ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന പിന്നെ ഭൂപ്രകൃതിയാണ് നമ്മുടെ. അപ്പോ അവിടെ ഒരു പ്രാവശ്യം 24 മണിക്കൂർ കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു വരും. തന്റെ സ്വന്തം അച്ചുതണ്ടിൽ ഒന്ന് കറങ്ങാൻ പോയിക്കും. 1670 കിലോമീറ്റർ പെർ അവർ. എത്ര? 1670 കിലോമീറ്റർ പെർ അവർ. ഇത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് കൊച്ചിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് ഫ്ലൈ ചെയ്യുകയാണെന്ന് കരുതുക. അപ്പൊ നമുക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് അഹമ്മദാബാദിലെത്താം. അപ്പോൾ കഷ്ടി ഇതിന്റെ സ്പീഡ് ഈ 1670 കിലോമീറ്റർ ദൂരമാണ് ഒരു 1.5 മണിക്കൂർ കൊണ്ട് താണ്ടുന്നത്. അപ്പൊ അതിന്റെ സ്പീഡ് വരുന്നത് ഒരു 800 കിലോമീറ്റർ പെർ അവറിലാണ് നമ്മളുടെ സാധാരണ വിമാനങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ സൂപ്പർ സോണിക് ഒക്കെ അണച്ചാൽ ഈ 1670 കിലോമീറ്റർ ഒറ്റ മണിക്കൂർ കൊണ്ട് അഹമ്മദാബാദിലെത്തും. ഈ കഷ്ടി 2000 കിലോമീറ്റർ എത്താൻ പറ്റും. അപ്പൊ നമുക്ക് സങ്കല്പിക്കാവുന്ന സ്പീഡാണ്. എന്നിട്ട് ആലോചിക്കണം അതിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഇതല്ലാതെ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട്. ആ കറക്കത്തിന്റെ സ്പീഡ് ഒന്ന് പല പ്രാവശ്യം പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് ആ കറക്കത്തിന്റെ സ്പീഡ് എന്നുള്ളത്? 1,07,226 കിലോമീറ്റർ പെർ അവർ. ഒരു മണിക്കൂറില് 1,07,226 കിലോമീറ്റർ സ്പീഡിലാണ് ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത്. അങ്ങനെ കറങ്ങുമ്പോഴാണ് 365 ദിവസത്തില് ഒരു ആ ഭ്രമണപഥം കംപ്ലീറ്റ് ആക്കി വരാൻ പറ്റുന്നത്. അപ്പൊ ശരിക്കും 30 സെക്കൻഡ്, അപ്രോക്സിമേറ്റ്ലി 30 കിലോമീറ്റർ പെർ സെക്കൻഡ്, 30 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ആലോചിച്ചു നോക്കും. ഇവിടുന്ന് ഒരുപക്ഷെ ഒരു ദൂരം നമ്മൾ അപ്രോക്സിമേറ്റ് എടുക്കുകയാണെങ്കിൽ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ പോകാനുള്ള ദൂരം ഒരു 35-40 കിലോമീറ്റർ ആയിരിക്കും. അത് ഒരു സെക്കൻഡിലെത്തും ഈ ഭൂമിയുടെ സ്പീഡിൽ നടന്നു പോയാൽ. ആ സ്പീഡ് കുറയുന്നില്ല, കൂടുന്നുമില്ല. അതാണ് വിശ്വഭ്രമണകാരിണി. അപ്പോ ബ്രഹ്മാണ്ഡ പുരാണത്തില് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏറ്റവും പ്രാചീനമായിട്ടുള്ള പുരാണമാണ് ബ്രഹ്മാണ്ഡ പുരാണം. ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ലളിതാ സഹസ്രനാമമുള്ളത്. അവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് വിശ്വഭ്രമണകാരിണി എന്ന്. ഈ വിശ്വം ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള അന്ന് നമ്മളെ മനീഷികളായിട്ടുള്ള നമ്മുടെ ഋഷിമുനിമാർ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓർത്തോളൂ. അപ്പോ വിശ്വഭ്രമണകാരിണിയാണ്. ഇനി മറ്റൊരു നാമം പറയുകയാണെങ്കിൽ ഓം വിശ്വം വിഷ്ണു വഷട്കാരോ എന്നാണ്. വിശ്വം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ പര്യായമാണ്. അപ്പോ വിഷ്ണു തന്നെയാണ്. അപ്പൊ വിഷ്ണുവിനെ എങ്ങനെയാണ്? വിഷ്ണുവിനെ ഭ്രമിപ്പിക്കുന്നവൾ. ഭ്രമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കറക്കുന്നവൾ. അപ്പോ ഇത് കാളികാ പുരാണത്തിൽ ഒരു കഥയുണ്ട്. കാളികാ പുരാണത്തില് ഒരു പ്രാവശ്യം വിഷ്ണു തന്റെ ഗരുഡാസനായിട്ട് ദേവിയുടെ നീലാചലവാസിനിയായിരിക്കുന്ന കാമാഖ്യാദേവിയുടെ ക്ഷേത്രം അമ്പലം എന്നല്ല കേട്ടോ, ആ പരിസരത്തിലൂടെ ദേവിയെ ഗൗനിക്കാതെ അഹങ്കാരത്തോട് കൂടിയിട്ട് വിഷ്ണു പോയിത്രേ. വിഷ്ണു പോയപ്പോ ദേവി അങ്ങനെ കറക്കിയിട്ട് സമുദ്രത്തിലേക്ക് വീഴ്ത്തി. എന്നിട്ട് ഒരു ചുഴി ഉണ്ടാക്കി. ആ ചുഴിയിൽ പെട്ട് വിഷ്ണു, ഇത് കാളികാ പുരാണത്തിലെ കഥയാണ്, വിഷ്ണു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കാലമായി നാരദൻ നാരായണൻ എന്ന് വിഷ്ണുവിനെ കാണാനില്ല. അപ്പോഴാണ് വിഷ്ണുവിനെ കണ്ടെത്തുന്നത് സമുദ്രത്തില് ചുഴിയിൽപ്പെട്ട് ഫുൾ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷ്ണുവിനെ. അങ്ങനെ ലക്ഷ്മിയുടെ ദേവിയുടെ അടുത്ത് പറയാണ്, ശ്രീമൻ നാരായണൻ ഇങ്ങനെ ഗരുഡാസനായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സമുദ്രത്തില്, ദേവി കോപിച്ചിട്ടാണ് എന്ന് പറയുമ്പോ ലക്ഷ്മി വന്നിട്ട് ദേവിയെ പ്രീതി ചെയ്ത് പൂജ ചെയ്ത് ദേവിയെ ആരാധിച്ച് പ്രീതിയാക്കുന്നു. അങ്ങനെ ദേവി എന്ത് ചെയ്യുന്നു? ഈ ഭ്രമണത്തിൽ നിന്നും വിഷ്ണുവിനെ ഉദ്ധാരണം ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ലക്ഷ്മി നാരായണന്മാരായിട്ട് വീണ്ടും വൈകുണ്ഠത്തിലേക്ക് പോകുന്നു എന്ന് കാളികാ പുരാണത്തിൽ ഒരു കഥയുണ്ട്. അങ്ങനെ നോക്കുമ്പോഴും വിഷ്ണുവിനെ ഭ്രമണം ചെയ്യിപ്പിക്കാൻ കാരണമായിട്ടുള്ള ആളാണ് വിശ്വഭ്രമണകാരിണി. കാരണം വിശ്വം എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നാണ്. ഓം വിശ്വം എന്നുള്ള വിഷ്ണുവിന്റെ പര്യായമാണ്. വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമമാണ്. അപ്പൊ ഇങ്ങനെ വിശ്വഭ്രമണത്തിന് കാരണകാരിണിയായവളാണ് ദേവി. ആ ദേവിക്ക് നമസ്കാരം. ആ ദേവിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓ